അയാൾ ഇടുപ്പിൽ സൂക്ഷിച്ചിരുന്ന കഠാര പുറത്തെടുത്തു. ഒരു വലിയ കഠാര. ആ കഠാര അയാൾ മൈക്കിളിന്റെ ഇടനെഞ്ചിലേക്ക് കുത്തിയിറക്കി. കോരമമ്പല ചെയ്ത് ധനവും കവർന്ന് മഞ്ഞിലിരുളിൽ മറഞ്ഞു. നിങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോ നിങ്ങളുടെ മുടിയാകെ നരച്ചിരിക്കുന്നു. നിങ്ങൾ പടുവൃദ്ധനായി തീർന്നിരിക്കുന്നു. മധ്യകാലത്തെ റഷ്യയിലെ ഒരു പ്രധാന പട്ടണമായിരുന്നു ഈ വ്ളാഡിമിർ. ഇവിടെ ഇപ്പോൾ ശിശിരകാലമാണ്. ശിശിരത്തിൻ ശീതമേറ്റ് ശാഖികൾ പൊഴിക്കുന്ന. തൻ്റെ പ്രിയപ്പെട്ട ഗിറ്റാർ എടുക്കും, ഒരു പാട്ട് പാടും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശീലം. അതാണ് സംഭൂജരായ ഗുരുജനങ്ങളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കഥാപ്രസംഗ പരിപാടി ഞങ്ങൾ ആരംഭിക്കുകയാണ്. നിങ്ങളുടെ എവരുടെയും അനുവാദത്തോടു കൂടി. ഇവിടെ കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തോടനുബന്ധിച്ച് ഒരു കഥാപ്രസംഗ പരിപാടി കൂടി ഉൾക്കൊള്ളിച്ചതിൽ അങ്ങേയറ്റം സന്തോഷിക്കുകയാണ്. അതിന് നടപടിയെടുത്ത എല്ലാ സുമനസ്സുകളെയും നന്ദിപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. കഥാപ്രസംഗ കലയുടെ 100-ാം വർഷം പൂർത്തിയായി. ഇപ്പോൾ 101-ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സവിശേഷ സന്ദർഭത്തിൽ കൂടിയാണ് അഭിമാനകരമായ ഈ വേദി കഥാപ്രസംഗ കലയ്ക്ക് കരഗതം ആകുന്നത്. കഥാപ്രസംഗ കല പുസ്തകോത്സവത്തിന് ഏറ്റവും ഉചിതമായൊരു കലയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചത് സഫലമാകണമെന്നുണ്ടെങ്കിൽ അത് വായിക്കപ്പെടണം. നമ്മുടെ നാട്ടിൽ പാരായണ കൗതുകവും പാരായണശീലവും വളർത്തിയ ഒരു കലയാണ് കഥാപ്രസംഗ കല. ആ കല എന്ന ആശയം ബീജാപാപം ചെയ്തത് കുമാരനാശാനാണ്. അദ്ദേഹത്തിൻ്റെ കാവ്യകൃതികൾ വിലക്ഷണ പ്രകൃതിയിൽ എഴുതിയിട്ട് പോലും ആളുകൾക്ക് വായിക്കുവാൻ കഴിയാത്ത പാകത്തിൽ വായനശാലകളിലും റാക്കുകളിലുമൊക്കെ അങ്ങനെ ഇരുന്നു പോയി. ആശാൻ അതൊരു ധർമ്മസങ്കടമായി തീർന്നു. എങ്ങനെ ഈ ധർമ്മസങ്കടത്തിനൊരു അറുതി വരുത്തണം? താൻ എഴുതിയ കുറഞ്ഞപക്ഷം ദുരവസ്ഥ, ചണ്ടാല, ഭിക്ഷുകി തുടങ്ങിയിട്ടുള്ള കാവ്യകൃതികൾ, അതിൻ്റെ സന്ദേശങ്ങൾ എങ്ങനെ ജനങ്ങളിൽ എത്തിക്കണം? ജനങ്ങൾക്ക് വായിക്കാൻ അറിയില്ല, അതായിരുന്നു കാലം. അക്ഷരബന്ധമെന്നറിയില്ല, യക്ഷിയും പേയും അവന് ദൈവം. ആ മട്ടിൽ ഇരുട്ടിൽ തപ്പിത്തടയുന്ന ആളുകൾ സാമാന്യ വായനക്കാരെങ്കിലും വായിക്കട്ടെ എന്ന് കരുതി വിലക്ഷണ പ്രകൃതിയിൽ എഴുതിയതാണ്. അതുപോലും വായിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു അന്ന്. പിന്നെ എങ്ങനെ തൻ്റെ സന്ദേശങ്ങൾ ജനങ്ങളിൽ എത്തിക്കുമെന്ന് ഓർത്ത് സങ്കടപ്പെട്ട് നടക്കുന്ന കാലത്ത് ഒരു ഹരികഥ കേൾക്കാനിട വന്നു. അത് CA സത്യദേവൻ്റെ ഹരികഥയായിരുന്നു. അതിന് ചില മിനുക്കുപണികളൊക്കെ ആശാൻ ചെയ്തു കൊടുത്തു വരുന്നു. അതുകൊണ്ടത് കേൾക്കാൻ പോയി. ഇവിടെ തിരുവനന്തപുരത്ത് വാഴമുട്ടത്ത് നിന്ന് ഇടത്തേക്ക് മുകളിലേക്ക് പോകുമ്പോൾ കുന്നമ്പാറ ക്ഷേത്രമുണ്ട്. അവിടെ 1923 മാർക്കണ്ഡേയ ചരിതം എന്ന് പറയുന്ന ഒരു ഹരികഥ സത്യദേവൻ അവതരിപ്പിച്ചു. കഥാപാത്രങ്ങളെ പകർന്നാടി ഉചിതമായി ഗാനങ്ങൾ ചേർത്ത് അതിന് ശാസ്ത്രീയ സംഗീത ഭാഷ്യം നൽകി രാഗവിസ്താരം ഒക്കെ ചെയ്ത് ഹരികഥയുടെ സമ്പ്രദായത്തിൽ തന്നെ വളരെ മേന്മയോടെ സത്യദേവൻ അത് അവതരിപ്പിക്കുന്നത് കേട്ടപ്പോൾ ആശാന് മനസ്സിലുദിച്ച ഒരാശയമാണ്, തൻ്റെ കാവ്യകൃതികൾ എന്തുകൊണ്ട് ഈ ഹരികഥ പോലെ പാടിപ്പറഞ്ഞുകൂടാ? വിഷയം മാറുന്നു, ഭക്തി മാറിയിട്ട് സാമൂഹ്യ സമസ്യകൾ അതിൽ കടന്നു വരുന്നു, സന്ദേശങ്ങൾ അതിൽ കടന്നു വരും. ശാസ്ത്രീയ സംഗീതം ജനങ്ങൾക്ക് ബധ്യമല്ല. സാധാരണ ജനങ്ങളുടെ മുന്നിലേക്ക് ഇത്തരം കഥകൾ പാടിപ്പറഞ്ഞു കൊടുക്കുക, അവരത് ഉൾക്കൊള്ളട്ടെ, സന്ദേശങ്ങൾ ഉൾക്കൊള്ളട്ടെ. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു, സ്നേഹം താം
സ്നേഹം താൻ ശക്തി ജഗത്തിൻ, സ്നേഹം താൻ ആനന്ദമാർക്കും എന്ന് ഉദ്ഘോഷിച്ച ചണ്ഡാല ഭിക്ഷുകയും മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ എന്ന് പ്രഖ്യാപനം ചെയ്ത ദുരവസ്ഥയും ഒക്കെ ഇതുപോലെ പാടിപ്പറഞ്ഞാൽ, ഹരികഥ പോലെ പാടിപ്പറഞ്ഞാൽ ജനങ്ങളിൽ ആ സന്ദേശം എത്തും. അങ്ങനെ ഒരു കുറുക്കുവഴി അപ്പോഴാശാൻ്റെ മനസ്സിലുണ്ടായതാണ് കഥാപ്രസംഗമായി പിന്നീട് വളർന്നു വന്നത്. ആശാൻ ജീവിച്ചിരിക്കുമ്പോൾ കഥാപ്രസംഗം ഉണ്ടായില്ല. സത്യദേവനെ അത് ഏൽപ്പിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ, കൈയെഴുത്ത് പ്രതികൾ. അത് ചണ്ഡാല ഭിക്ഷുകി എന്ന കാവ്യകൃതി പാടിപ്പറഞ്ഞ് ആ കലയെ വെളിച്ചം കാണിച്ചു സത്യദേവൻ. അതിൻ്റെ പിന്തുടർച്ചക്കാരായി വന്നവരാണ് എൻ്റെ പിതാവ് വി സാംബശിവൻ തുടങ്ങിയിട്ടുള്ള കഥാപ്രസംഗകർ. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു 29 കൊല്ലം മുമ്പ് കഥാപ്രസംഗ വേദിയിൽ വന്ന ആളാണ് ഞാൻ. ഇവിടെ കഥാപ്രസംഗത്തെ പ്രതിനിധാനം ചെയ്ത് ഈ മഹത്തായ പുസ്തകമേളയിൽ കഥ അവതരിപ്പിക്കുവാൻ കഴിയുന്നത് എൻ്റെ മഹാഭാഗ്യമാണ്, ചാരിതാർത്ഥ്യജനകമാണ്. അതിന് ഇടവരുത്തിയ കേരള നിയമസഭയ്ക്കും ഈ പരിപാടിക്ക് വേണ്ടി മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള ശ്രീ വിജയൻ, ശ്രീ പ്രസാദ് തുടങ്ങിയിട്ടുള്ളതിൻ്റെ സംഘാടകർക്കും എല്ലാ സുമനസ്സുകൾക്കും കേൾക്കാൻ വന്നിരിക്കുന്ന നിങ്ങൾക്കുമെല്ലാം ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ കഥാപ്രസംഗ പരിപാടി ആരംഭിക്കട്ടെ. നിങ്ങൾക്കേവർക്കും ഞങ്ങളുടെ ഹൃദയംഗമമായ അഭിവാദ്യങ്ങൾ. സ്നേഹഗായക വരൂ ഭവൻ ജനജീവിതോത്സവ ഗാഥയുമായി, സ്നേഹഗായക വരൂ ഭവൻ ജനജീവിതോത്സവ ഗാഥയുമായി, പ്രേമമാധുരി പകരും നിന്മണി വീണതരികൻ കൈകളിൽ നീ, പ്രേമമാധുരി പകരും നിന്മണി വീണതരികൻ കൈകളിൽ നീ, സ്നേഹഗായക വരൂ ഭവൻ ജനജീവിതോത്സവ ഗാഥയുമായി. ഉയർന്നു നിൽപ്പൂ നമ്മുടെ ക്ഷേത്രം, സംസ്കാര ക്ഷേത്രം. ഉയർന്നു നിൽപ്പൂ നമ്മുടെ ക്ഷേത്രം, സംസ്കാര ക്ഷേത്രം. ജാതിമത ഭേദങ്ങൾ തീണ്ട സമുന്നത ക്ഷേത്രം, ജാതിമത ഭേദങ്ങൾ തീണ്ട സമുന്നത ക്ഷേത്രം, നമ്മുടെ സംസ്കാര ക്ഷേത്രം. സ്നേഹഗായക വരൂ ഭവൻ ജനജീവിതോത്സവ ഗാഥയുമായി. തൊഴുതുമടങ്ങ ഒരുമയ്ക്കൊരു പുതു തുടക്കമേകിടാം, തൊഴുതുമടങ്ങ ഒരുമയ്ക്കൊരു പുതു തുടക്കമേകിടാം. എഴുതാമീ ശ്രീകോവിലിങ്കൽ പൊതുഗീതാമൃതവും, എഴുതാമീ ശ്രീകോവിലിങ്കൽ പൊതുഗീതാമൃതവും, പുതുഗീതാമൃതവും. സ്നേഹഗായക വരൂ ഭവൻ ജനജീവിതോത്സവ ഗാഥയുമായി, പ്രേമമാധുരി പകരും നിന്മണി വീണതരികൻ കൈകളിൽ നീ, പ്രേമമാധുരി പകരും നിന്മണി വീണതരികൻ കൈകളിൽ. സ്നേഹഗായക വരൂ ഭവൻ ജനജീവിതോത്സവ ഗാഥയുമായി, ജനജീവിതോത്സവ ഗാഥയുമായി, ജനജീവിതോത്സവ ഗാഥയുമായി. കഥാപ്രസംഗമെന്ന ആശയത്തിന് ജന്മം നൽകിയ ആ സ്നേഹഗായകനെ വരവേറ്റുകൊണ്ട് ഞങ്ങൾ കഥാപ്രസംഗം ആരംഭിക്കുകയാണ്. മഹാകവി കുമാരനാശാൻ എന്ന സ്നേഹഗായകനെ വരവേറ്റുകൊണ്ട് ഈ പരിപാടി തുടങ്ങുകയാണ്.
കഥാപ്രസംഗ കലയ്ക്കൊരു മേൽഗതി ഉണ്ടായത് 1963 എന്ന് പറയേണ്ടിയിരിക്കുന്നു. അന്നാണ് മഹാനായ കൗൺലിയോ ടോൾസ്റ്റോയുടെ ഒരു നാടകം ദി പവർ ഓഫ് ഡാർക്ക്നെസ് അനീസിയ എന്ന പേരിൽ വി സാംബശിവൻ അവതരിപ്പിച്ചത്. ആ ടോൾസ്റ്റോയിയെ ഈ 100-ാം വർഷം ഒന്ന് സ്മരിക്കണം എന്ന ചിന്തയാണ് ഇന്ന് ഞാൻ ഈ പറയുന്ന കഥയ്ക്ക് ആധാരം. ഇന്ന് പറയുന്ന കഥ വിശ്വസാഹിത്യകാരനായ കൗൺലിയോ ടോൾസ്റ്റോയുടെ ഒരു ചെറുകഥയെ ആസ്പദമാക്കിയുള്ളതാണ്. ചെറുകഥ ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയിറ്റ്സ്. ദൈവം സത്യമറിയുന്നു, പക്ഷേ സാവകാശമെടുക്കുന്നു. ആ കഥ കഥാപ്രസംഗമായി അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ അതിന് നൽകുന്ന പേര് നിരപരാധി. ഈ കഥ നടന്നത് റഷ്യയിലാണ്. റഷ്യയിൽ വ്ളാഡിമിർ പട്ടണത്തിൽ. വ്ളാഡിമിർ ഒരു പട്ടണത്തിൻ്റെ പേരാണ്. നമ്മൾ ഈ വ്യക്തികളുടെ പേരുമായി ബന്ധപ്പെട്ടാണ് വ്ളാഡിമിർ എന്ന് കേട്ടിരിക്കുന്നത്. റഷ്യയുടെ ശില്പി ലെനിൻ, വ്ളാഡിമിർ ലെനിൻ. റഷ്യയുടെ ഇപ്പോഴത്തെ ഭരണാധികാരി വ്ളാഡിമിർ പുടിൻ. ഈ പേരിൻ്റെ പേരും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു രാജകുമാരൻ വ്ളാഡിമിർ. 1033 വർഷം മുമ്പ് റഷ്യ ഭരിച്ചിരുന്ന ഒരു രാജകുമാരൻ. അദ്ദേഹമാണ് ഈ നഗരി സ്ഥാപിച്ചത്, വ്ളാഡിമിർ എന്ന നഗരി. മധ്യകാലത്തെ റഷ്യയിലെ ഒരു പ്രധാന പട്ടണമായിരുന്നു ഈ വ്ളാഡിമിർ. എല്ലാ പട്ടണങ്ങളും സംസ്കാരത്തിൻ്റെ വലിയ വിളനിലങ്ങളാണ്, അല്ലെങ്കിൽ കേന്ദ്രങ്ങളാണ്, സ്രോതസ്സുകളാണ്. അതിനൊരു കാരണമുണ്ട്. ഇത്തരം നഗരങ്ങളോട് ചേർന്ന് ഒരു നദി കാണും, ഒരു നദിയുടെ സാമീപ്യം, നദീതട സംസ്കാരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. നമ്മളൊക്കെ അതിൻ്റെ സന്തതികളാണ്. ഇവിടെയും അതാണ് സത്യം. വ്ളാഡിമിർ എന്ന പട്ടണത്തിന് സമീപം സുന്ദരിയായ ഒരു നദിയുണ്ട്. ക്ലാസ്മ എന്നാണ് ആ നദിയുടെ പേര്. വ്ളാഡിമിർ അപ്പോൺ ക്ലാസ്മ, സ്ട്രാറ്റ്ഫോർഡ് അപ്പോൺ എവൺ എന്ന് ഷേക്സ്പിയറുടെ നാടിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഇവിടെ ക്ലാസ്മയുടെ തീരമായ വ്ളാഡിമിർ പട്ടണം ക്ലാസ്മ നദിയുടെ തീരമാണ്. മധ്യകാലത്തെ റഷ്യൻ തലസ്ഥാനമല്ലോ നദി, ക്ലാസ്മയ്ക്കു താഴെയുള്ള വ്ളാഡിമിർ എന്ന പുരി. മധ്യകാലത്തെ റഷ്യൻ തലസ്ഥാനമല്ലോ നദി, ക്ലാസ്മയ്ക്കു താഴെയുള്ള വ്ളാഡിമിർ എന്ന പുരി. വ്ളാഡിമിർ എന്ന പുരി ഉറക്കമുണരുന്നു. ഉദയചാരുതയിൽ അങ്ങനെ വിളങ്ങി നിൽക്കുകയാണ് ആ നഗരവും നദിയും. നല്ല തണുപ്പുണ്ട്. റഷ്യ പൊതുവിൽ തണുപ്പ് രാജ്യമാണല്ലോ. പക്ഷേ അവിടെ വിരുന്ന് വരാത്ത കാലങ്ങളില്ല. സന്തുഷ്ടി ചേർക്കും വസന്തവും വർഷവും, സന്താപമേകും കഠോരമാം ഗ്രീഷ്മവും, ചന്തമിയെന്ന ശരത്തും അതിശീത ദന്തുരമായ ഹേമന്തം ശിശിരവും എല്ലാം അവിടെ വിരുന്ന് വരാറുണ്ട്. ഇവിടെ ഇപ്പോൾ ശിശിരകാലമാണ്. ശിശിരത്തിൻ ശീതമേറ്റ് ശാഖികൾ പൊഴിക്കുന്ന വാടിയോരിലകൾ നീലം ശിശിരത്തിൻ ശീതമേറ്റ് ശാഖികൾ പൊഴിക്കുന്ന വാടിയോരിലകൾ നീലം മൂടിപ്പുതപ്പേരും. മധ്യകാലത്തെ റഷ്യൻ തലസ്ഥാനമല്ലോ നദി, ക്ലാസ്മയ്ക്കു താഴെയുള്ള വ്ളാഡിമിർ എന്ന പുരി. നേരം പുലർന്നു, ഇവാൻ ഉണർന്നു. നമ്മുടെ കഥയിലെ നായകനാണ് ഇവാൻ. ആ നാട്ടിലെ ജനങ്ങൾ, പൗരന്മാരെല്ലാം ഉറക്കമുണരുന്ന സമയം അയാൾ ഉണർന്നു. അയാളൊരു വണിക്കാണ്. വണിക്കെന്ന് പറഞ്ഞാൽ കച്ചവടക്കാരൻ. വണിക്കെന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു ബഹുമതി നൽകി പറയുന്നതാണ് വണിക്ക്, അല്ലെങ്കിൽ കച്ചവടക്കാരൻ എന്ന് പറയും. പക്ഷേ എല്ലാറ്റിനും, എല്ലാ തൊഴിലിനും അതിൻ്റേതായ മാന്യതയുണ്ടല്ലോ. അയാൾ ഉണർന്നു. അയാളൊരു കച്ചവടക്കാരനാണെങ്കിലും കലാഹൃദയവുമുള്ള ഒരു നല്ല മനുഷ്യനാണ്. അയാൾക്ക് സംഗീതവാസനയുണ്ട്. അയാൾ പാട്ടുപാടും, ഗിറ്റാർ വായിക്കും. സർവോപരി ആളിനെ ഒന്ന് കണ്ടാൽ നല്ല സുന്ദരനുമാണ്. സ്വർണ്ണച്ചുരുളുകളുയലാടും മൊഴി കുണ്ടിരിമായ മുഖാംബുജവും, സ്വർണ്ണച്ചുരുളുകളുയലാടും മൊഴി കുണ്ടിരിമായ മുഖാംബുജവും,
പ്രസന്നവാനായി സ്വർണ്ണ ചുരുളുകളുയലാടും മൊഴി പുഞ്ചിരിമായ മുഖാംബുജം. അയാൾ ഉറക്കമുണർന്നു. ആദ്യം അദ്ദേഹം ചെയ്യുന്നത് തൻ്റെ പ്രിയപ്പെട്ട ഗിറ്റാർ എടുക്കും, ഒരു പാട്ട് പാടും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശീലം. അതാണ് ഇതാ അദ്ദേഹം പാടി തുടങ്ങിയിരിക്കുന്നു. ഒരു നാളും നോക്കാതെ നീക്കി വച്ച പ്രണയത്തിൻ പുസ്തകം നീ തുറക്കും, പ്രണയത്തിൻ പുസ്തകം നീ തുറക്കും. ഒരു നാളും നോക്കാതെ നീക്കി വച്ച പ്രണയത്തിൻ പുസ്തകം നീ തുറക്കും, പ്രണയത്തിൻ പുസ്തകം നീ തുറക്കും. അതിലന്നു നീ എന്റെ പേരു കാണും, അതിലെന്റെ ജീവന്റെ നേരു കാണും. അതിലന്നു നീ എന്റെ പേരു കാണും, അതിലെന്റെ ജീവന്റെ നേരു കാണും, അതിലെന്റെ ജീവന്റെ നേരു കാണും. മഞ്ഞു പൊഴിഞ്ഞല്ലോ മാമരം ശിശിരത്തിൽ, മഞ്ഞയിലകൾ പൊഴിച്ചുവല്ലോ, മഞ്ഞയിലകൾ പൊഴിച്ചുവല്ലോ. മഞ്ഞു പൊഴിഞ്ഞല്ലോ മാമരം ശിശിരത്തിൽ, മഞ്ഞയിലകൾ പൊഴിച്ചുവല്ലോ, മഞ്ഞയിലകൾ പൊഴിച്ചുവല്ലോ. മൂളും കിളികളും മാഴും മനുഷ്യരും വീട്ടും തരളമാം ഗീതങ്ങളും, വീട്ടും തരളമാം ഗീതങ്ങളും. മൂളും കിളികളും മാഴും മനുഷ്യരും വീട്ടും തരളമാം ഗീതങ്ങളും, വീട്ടും തരളമാം ഗീതങ്ങളും. മഞ്ഞു പൊഴിഞ്ഞല്ലോ മാമരം ശിശിരത്തിൽ, മഞ്ഞയിലകൾ പൊഴിച്ചുവല്ലോ, മഞ്ഞയിലകൾ പൊഴിച്ചുവല്ലോ. ഇവാൻ വോഡ്ക കഴിക്കാറുണ്ട്. റഷ്യൻ മദ്യമാണല്ലോ വോഡ്ക. അവിടെ ഒരു ഇനം ഗോതമ്പുണ്ട്, RYE. അതിൽ നിന്ന് വാറ്റിയെടുക്കുന്നതാണ് വോഡ്ക. വീര്യമുള്ള മദ്യമാണ്. അവിടെ അത് ആവശ്യമാണ്. താനും തണുപ്പ് രാജ്യമാണല്ലോ. മദ്യമുള്ളിൽ ചെല്ലുമ്പോൾ രക്തവുമായി പ്രതിപ്രവർത്തിച്ച് ചൂട് ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ തണുപ്പിനെ പിടിച്ചു നിർത്താം. അതുകൊണ്ടാണ് ഈ അതിർത്തിയിൽ പണിയെടുക്കുന്ന പട്ടാളക്കാർക്കൊക്കെ കോട്ട കൊടുക്കുന്നത്. പക്ഷേ ഒരു കോട്ട ഇല്ലെങ്കിലും നമ്മൾ കേരളീയർ ഒട്ടും മോശമല്ല. എത്ര ചൂടാണെങ്കിലും നമ്മളിത് നന്നായി എടുക്കുന്ന ആളുകളാണ്. കഴിച്ചു കഴിഞ്ഞാലോ ആരാണോ എടുക്കുന്നത് അയാൾ പിന്നെ അയാൾ അല്ലാതായിത്തീരും. ഈ ഇവാനും അങ്ങനെ കുഴപ്പമുണ്ട്. ഇത് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അയാൾ മറ്റൊരാളായി മാറും. അയാളുടെ ചില ഉള്ളിലെ ബോധങ്ങൾ അങ്ങോട്ട് ഉണരും. അയാൾക്ക് പിന്നെ തോന്നും തന്നെക്കാൾ വലിയ ആരും ഇവിടെ ഇല്ല. ആരാടാ ഇവിടെ വലിയവൻ? ഈ വ്ളാഡിമിർ പട്ടണത്തിൽ വേറെ ഏതാണ്? ഈ കാട്ടിൽ ഒരു സിംഹമേ ഉള്ളൂ, അത് ഇവാനാണ്. ആരാണ്? ഇങ്ങനെ പറഞ്ഞിട്ട് നേരെ ചന്തയിലേക്ക് ഒരു പോക്കാണ്. അവിടെ ചെന്നില്ലാത്ത കോലാഹലം മുഴുവൻ ഉണ്ടാക്കും. ഒരു ദിവസം ഇതുപോലെ അങ്ങോട്ട് ചെന്നു. അവിടെ നിലത്ത് ഉണക്കമീൻ കച്ചവടം ചെയ്യുന്ന മത്തായി ചേട്ടനെ പിടിച്ചങ്ങ് എഴുതിപ്പിച്ചു. മത്തായി ചേട്ടാ എഴുതേക്ക്, കുറേ കാലമായില്ലേ ഇരിപ്പ് തുടങ്ങിയിട്ട്, പെൻഷനാകാറായില്ലേ, എക്സ്പയറി ഡേറ്റൊക്കെ കഴിയാറായി, പിന്നെ ഇരിക്കുകയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ ഞാൻ റിട്ടയർ ചെയ്യിച്ചിരിക്കുന്നു. ഇന്ന് മുതൽ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണ് കച്ചവടം ചെയ്യാൻ പോകുന്നത്. എല്ലാവരും വരണം, നല്ല ഒന്നാം തരം ഉണക്കമീൻ ഞാൻ തരാം. അപ്പോഴത്തേക്ക് ആൾ കൂടി, ബഹളം കേട്ടപ്പോൾ ആൾ കൂടി. അയാൾ പറഞ്ഞു, കണ്ടില്ലേ ആള് മാറിയപ്പോൾ അതേ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടി. ചന്തയിൽ ഇതുപോലെ ബഹളം ഉണ്ടാക്കിയാൽ ആൾ കൂടുകയില്ലേ? അപ്പോൾ അയാൾ പറയുന്നു, എല്ലാവരുടെ തിക്കും തിരക്കും ഉണ്ടാക്കാതെ വന്ന് ക്യൂ നിൽക്ക്, പ്ലീസ് ക്യൂ അപ്പ്, എല്ലാവർക്കും മീൻ തരാം. ഇവാൻ കുഞ്ഞ്, ഞാനിവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് കച്ചവടം ചെയ്തോട്ടെ, കുഞ്ഞു പോ. അതാണ് അതിൻ്റെ മറുപടി. അതാണ്. പക്ഷേ കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ആൾ വരണം. വീട്ടിൽ നിന്ന് ആൾ വന്നു, ഭാര്യ വന്നു, അവർ കണ്ടു ഈ വോഡ്കയും അടിച്ച് വെച്ച് ചന്തയിലോട്ട് പോകുന്ന കണ്ടു. പിന്നുള്ള കോലാഹലം അവർക്ക് ഊഹിക്കാം. അവർ വന്ന് പിടിച്ചെടുത്തങ്ങ് വീട്ടിൽ കൊണ്ടുപോയി. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് വളരെ പ്രസന്നവാനായി അദ്ദേഹം ഇതാ
ഗിറ്റാർ മീട്ടി പാട്ട് പാടും. മഞ്ഞു പൊഴിഞ്ഞല്ലോ മാമരം ശിശിരത്തിൽ മഞ്ഞയിലകൾ പൊഴിച്ചുവല്ലോ, മഞ്ഞയിലകൾ പൊഴിച്ചുവല്ലോ. അയാളുടെ പാട്ട് കേട്ട് ആരാധിക ഇതാ പാട്ട് കേൾക്കാൻ വരുന്നു. മറ്റാരുമല്ല, അയാളുടെ ഭാര്യ മേരി. അയാളുടെ ഏറ്റവും വലിയ ആരാധിക മേരിയാണ്. മേരി ഒറ്റയ്ക്കല്ല, കുടുംബസമേതമാണ് വരുന്നത്. 3 മക്കളുണ്ട്. പറക്കമുറ്റാത്ത 3 കുഞ്ഞുങ്ങൾ. ഒന്നൊക്കത്തിരിക്കുകയാണ്, മറ്റൊരാൾ ഇഴഞ്ഞ് കഷ്ടിച്ച് വരുന്നുണ്ട്, ഒരാൾ നടന്നും വരുന്നുണ്ട്. അത്രയ്ക്ക് കുഞ്ഞുങ്ങളാണ്. ഇവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നപ്പോൾ ഇവാന് സന്തോഷാതിരേകം. അയാൾ ഗിറ്റാർ മാറ്റിവെച്ചു, അങ്ങോട്ട് തിരിഞ്ഞു, കുടുംബത്തിൻ്റെ നേർക്ക് തിരിഞ്ഞു. അല്ല, പാട്ടെന്താ നിർത്തിക്കളഞ്ഞത്? എനിക്ക് നിങ്ങളെക്കാൾ വലിയ കാര്യമുണ്ടോ? അപ്പോഴൊക്കത്ത് ഇളയ കുഞ്ഞ് അയാളെ നോക്കിയിരുന്ന് ചിരിക്കുന്നു. അവൻ്റെ കവിളത്തൊരു നുള്ളു കൊടുത്തു. എടാ മിഷക്കുട്ട, വാ അച്ഛൻ്റെ കയ്യിലോട്ട് വാ, അച്ഛൻ്റെ കയ്യിലോട്ട് വാ. അവൻ കൈ നീട്ടി. ഇവാൻ അവനെ എടുത്ത് അവനെ താലോലിക്കുന്ന സമയത്ത് ഭാര്യയുടെ മുഖത്ത് ഒന്ന് നോക്കി. അവളുടെ മുഖം വാടിയിരിക്കുന്നു. മേരി, എന്താ നിൻ്റെ മുഖം വാടിയിരിക്കുന്നു? ഒന്നുമില്ല. നിൻ്റെ മുഖം വല്ലാതെ ഇരിക്കുന്നു. എന്താ കാര്യം? എന്താ? ഒന്നുമില്ലതേ. നിന്നെ ഇന്നലെ ഇന്നും കാണാൻ തുടങ്ങിയല്ലോ. എന്താ കാര്യം എന്ന് പറയും? ആ അതെ, ഒരു കാര്യമുണ്ട്. എന്താ കാര്യം പറയും? ഇത്തവണ നിങ്ങൾ നിമിഴിക്ക് പോകണ്ട. നിമിഴിക്ക് പോകണ്ടെന്നോ? പിന്നെ ആര് കച്ചവടം ചെയ്യും? നിമിഴി എന്നൊരു സ്ഥലത്ത് അല്പം അകലെയാണ്. ഒരു ദിവസത്തിലധികം സഞ്ചരിച്ചെത്തേണ്ട ദൂരമുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു വിപണന മേള നടക്കുന്നു. ഇയാൾ കച്ചവടക്കാരനാണല്ലോ. കുറേ അധികം സാധനങ്ങളൊക്കെ തൻ്റെ കുതിരവണ്ടിയിൽ അടുക്കി കെട്ടി അങ്ങോട്ട് അടുത്ത ദിവസം പോകാനിരിക്കുകയാണ്. അപ്പോൾ ഭാര്യ പറയുന്നു, നിങ്ങൾ നിമിഴിക്ക് പോകണ്ട. എന്താ കാര്യം? അതൊരു കാര്യമുണ്ട്. കാര്യം എന്താണെന്ന് പറയൂ. അതെ, ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടോ? നീ സ്വപ്നം കണ്ടെന്ന് കരുതി ഞാൻ പോവാതിരിക്കണം? അല്ല, ഞാൻ കണ്ടതൊരു ദുസ്വപ്നമാണ്. ദുസ്വപ്നമോ? എന്താ ദുസ്വപ്നം? സ്വപ്നത്തിൽ നിങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ നിങ്ങളുടെ മുടിയാകെ നരച്ചിരിക്കുന്നു. നിങ്ങൾ പടുവൃദ്ധനായി തീർന്നിരിക്കുന്നു. അത് കൊള്ളാം. കുറേ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് വരേണ്ട ബടുതി നീ മുൻകൂട്ടി കണ്ടിരിക്കുന്നു. ഇത് ശുഭലക്ഷണമാണ് കേട്ടോ. ഒരപകടവുമില്ല. അല്ല, ഒരപകടം മണക്കുന്നു. എന്തോ വശക്കേട് എനിക്ക് തോന്നുന്നു. നിങ്ങൾ പോകണ്ട. ഏയ് ഒന്നുമില്ല. ഞാൻ എന്തിനാ വെറുതെ പോവുക? ഞാൻ കച്ചവടത്തിന് പോവുകയല്ലേ. എന്തിനാ കച്ചവടത്തിന് പോകുന്നത്? ലാഭം ഉണ്ടാക്കാൻ. ലാഭം നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ അധികം പണം വേണം. ജീവിക്കാൻ അധികം പണം വേണം, അല്ലേ? പണത്തിൻ്റെ കളിയല്ലേ ഈ ലോകത്ത് നടക്കുന്നതല്ല. നിനക്ക് അറിഞ്ഞൂടെ? ആളുകൾ പാടുന്ന കേട്ടിട്ടില്ലേ പണത്തെക്കുറിച്ച്? പണത്തിൻ്റെ കയ്യിലല്ലേ കടിഞ്ഞാണ്, പണത്തിൻ്റെ കയ്യിലല്ലേ കളികളെല്ലാം, പണത്തിൻ്റെ കയ്യിലല്ലേ കടിഞ്ഞാണെല്ലാം, പണത്തിൻ്റെ കയ്യിലല്ലേ കളികളെല്ലാം. പണക്കാരൻ നിനയ്ക്കുമ്പോൾ കൊതിക്കും ലോകം, പണക്കാരൻ നിനയ്ക്കുമ്പോൾ കിതയ്ക്കും ലോകം. പണത്തിൻ്റെ കളിയല്ലേ കളികളെല്ലാം, പണത്തിൻ്റെ കയ്യിലല്ലേ കടിഞ്ഞാണെല്ലാം. പണത്തിൻ്റെ കയ്യിലല്ല ഇരിക്കുന്നത്, പണത്തിൻ്റെ മീതെ പരുന്നും പറക്കില്ലടി. നിനക്കറിയില്ലേ? ധനാനാമാർജനേ ദുഃഖം തഥൈവ പരിപാലനെ, അർത്ഥാനാമാർജനേ ദുഃഖം തഥൈവ പരിപാലനെ. ധനം, അർത്ഥം ഉണ്ടാക്കാൻ വലിയ പ്രയാസമാണ്. അതുപോലെ തന്നെ അത് സംരക്ഷിക്കുവാനും വലിയ പ്രയാസമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി ആകെ നിയന്ത്രിക്കുന്നത് പണമാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ സാധാരണ സംസ്കൃതിയെ തന്നെ കീഴ്മേൽ മറിക്കാൻ പണശക്തികൾ ലോകത്ത് വളരെ നിഗൂഢമായി, വളരെ ബുദ്ധിപരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ കെടുതികൾ ഏറ്റുവാങ്ങുന്ന ആളുകളാണ് നമ്മൾ. എന്താ എൻ്റെ മേരി പണത്തെക്കുറിച്ച് പറയാത്ത ആരെങ്കിലും ഉണ്ടോ? മഹാകവി ജോൺ മിൽട്ടൺ പണത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? ധനം തരും ബഹുമതികൾ, ധനം തരും സ്നേഹബന്ധം, ധനം തരും ബഹുമതികൾ, ധനം തരും സ്നേഹബന്ധം, ധനമധികാരം നേടിത്തരും
ധനം തരും സാമ്രാജ്യം, ധനമധികാരം നേടിത്തരും, ധനം തരും സാമ്രാജ്യം, ധനം തരും അതുകൊണ്ട് വിഷമിക്കാതെ നിന്റെ സ്വപ്നമൊക്കെ തൽക്കാലം മാറ്റിവെക്ക്. നീ ഒന്ന് ചിരിക്ക്, സന്തോഷമായിട്ട് എൻ്റെ നിമിഴിക്ക് അയക്കാൻ നോക്ക്. അപ്പോൾ അവൾ വിചാരിച്ചു പ്രായോഗികമായിട്ട് അതാണ് ശരി. മനസ്സിൽ ഭാരമുണ്ടെങ്കിലും അവളൊന്ന് ചിരിച്ചു കൊടുത്തു. അയാളുടെ മനപ്രയാസം മാറി. അടുത്ത ദിവസം നിമിഴിയിലേക്ക് യാത്ര പോകാൻ അയാൾ ഇറങ്ങിക്കഴിഞ്ഞു. അയാളുടെ 3 കുതിരകളെ പൂട്ടിയ കുതിരവണ്ടി നിറയെ സാധനങ്ങൾ അടുക്കി കെട്ടി വെച്ചിട്ടുണ്ട്. ബഹുദൂരം പോകണം, അതുകൊണ്ട് കുതിര ഓടിക്കാനൊരു കുതിരക്കാരനുണ്ട്. കുളിര് കോരുന്ന ആ മഞ്ഞുള്ള പ്രഭാതത്തിൽ ഇതാ ആ കുതിരവണ്ടി മുമ്പോട്ട് നീങ്ങുന്നു. മണി കിൽക്കിക്കൊണ്ട് അത് മുന്നോട്ട് നീങ്ങുന്നു. കാന്താരസ്ഥലി വകഞ്ഞൊരുക്കിയ ചെമ്മൺ പാതയിലൂടെ, കാന്താരസ്ഥലി വകഞ്ഞൊരുക്കിയ ചെമ്മൺ പാതയിലൂടെ കുതിച്ചു കുതിരകൾ ഇവാന് നിമിഴിയിൽ വിപണനമേളമൊരുക്കാൻ, കുതിച്ചു കുതിരകൾ ഇവാന് നിമിഴിയിൽ വിപണനമേളമൊരുക്കാൻ, കാന്താരസ്ഥലി വകഞ്ഞൊരുക്കിയ ചെമ്മൺ പാതയിലൂടെ കുതിച്ചു കുതിരകൾ ഇവാന് നിമിഴിയിൽ വിപണനമേളമൊരുക്കാൻ, വിപണനമേളമൊരുക്കാൻ, വിപണനമേളമൊരുക്കാൻ. അയാളുടെ വീട്ടിൽ നിന്നുള്ള ആ ചരൽ വീതിയിലൂടെ ആ വണ്ടി കുതിച്ചു പോകുന്നു. ഇരു പാർശ്വവും മരങ്ങൾ നിബിഡമായി വളർന്നു നിൽക്കുന്ന ഒരു വനസ്ഥലിയുടെ പ്രതീതി ഉണ്ടാകുന്നുണ്ട്. പിന്നിൽ നിന്ന് നോക്കുമ്പോൾ ആ വണ്ടി പോകുന്ന വഴിയിൽ നോക്കുമ്പോൾ നമുക്കൊന്നും കാണാൻ മേല. കാരണം ആ ചെമ്മൺ ധൂമമുയർന്ന് എല്ലാം മറഞ്ഞിരിക്കുന്നു. ആ വണ്ടി കുതിച്ചു പോകുന്നു. കാരണം കുതിരക്കാരനെ അടിച്ചു വിടുകയാണ്. നാളെ വൈകിട്ടെങ്കിലും അവിടെ എത്തണം, വലിയ ദൂരമാണ്. അതുകൊണ്ട് അയാൾ അടിച്ചു വിടുന്നു. കുതിച്ചു പാഞ്ഞ് ഏതാണ്ട് ഉച്ച സമയമായി, ഊണ് സമയമായി. വണ്ടി ചെന്നൊരു ഇടത്താവളത്തിൽ നിന്നു. അവിടെ ഒരു ഹോട്ടൽ പ്രവർത്തിക്കുന്നു. ഇടത്താവളങ്ങൾ നമുക്കറിയാം, യാത്രക്കിടയിൽ ആളുകൾ ഇറങ്ങി വിശ്രമിക്കുകയും മറ്റും ചെയ്യുന്ന സ്ഥലം. ശബരിമലയിൽ പോകുമ്പോൾ ഇടത്താവളങ്ങൾ എത്രയാണ് നമ്മുടെ നാട്ടിൽ. ഇവിടെ തീർത്ഥാടനമല്ല, ഇവിടെ കച്ചവടത്തിനുള്ള യാത്രയാണ്. അയാളൊരു ഹോട്ടലിലേക്ക് കയറി. കുതിരക്കാരൻ കുതിരയ്ക്ക് പുല്ലും വെള്ളവും കൊടുക്കാനായിട്ട് അങ്ങോട്ട് നീങ്ങി. അതിൻ്റെ ഇന്ധനം അതാണ്. ഇപ്പോൾ ഇന്ധനത്തിന് വലിയ വിപ്ലവം ഉണ്ടാകുന്ന കാലമാണ്. കറണ്ടിൻ്റെ കാറും ബസ്സും ഒക്കെ ഓടുന്ന കാലമാണ്. സർക്കാർ തന്നെ കറണ്ട് ബസ് വാങ്ങിക്കുന്നു. പിന്നെ കുറേ കഴിയുമ്പോൾ പറയുന്നു വാങ്ങിക്കേണ്ട എന്ന് മറ്റൊരാൾ പറയുന്നു. നമുക്കതൊന്നും അറിയില്ല. നമുക്ക് ഈ എന്താണ് ഭരണസങ്കല്പം എന്നൊന്നും അറിയില്ല. എന്തായാലും ഇതിന് വളരെ ചിലവ് കുറഞ്ഞ ഇന്ധനം മതി. പുല്ലും വെള്ളവും കൊടുത്തു. അയാളും ആഹാരം കഴിക്കാൻ കയറി. ഹോട്ടലിൽ നല്ല തിരക്കുണ്ട്, നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ്. ഇവാനൊരു മേശക്കരികിലൊന്ന് ഇരുന്നു. പെട്ടെന്ന് അയാൾ നോക്കിയപ്പോൾ ഒരു മൂലയ്ക്ക് പരിചിതമായൊരു മുഖം. കഴിഞ്ഞ വർഷം തന്നോടൊപ്പം നിമിഴിക്ക് പോയ ആൾ. അയാൾ ഇരുന്ന് മന്ദഹസിക്കുന്നു. ഇവാൻ കൈ ഉയർത്തി, അയാളും കൈ ഉയർത്തി. പിന്നെ രണ്ടുപേരും ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് അടുത്തുകൂടി പരിചയം പുതുക്കുന്നു. അങ്ങോട്ടല്ലേ, നിമിഴിക്കല്ലേ? അതെ. നിങ്ങൾക്ക് കുതിരവണ്ടി ഉണ്ടോ? ഉണ്ട്. കുതിരക്കാരനുണ്ടോ? ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ ഒരുമിച്ച് നീങ്ങാം, മുമ്പിലും പുറകിലുമായിട്ട് അങ്ങനെ പോവാം. ശരി. അങ്ങനെ രണ്ടുപേരും ആഹാരം കഴിക്കുന്നു. ആഹാരം കഴിക്കുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കയ്യിൽ ഓരോ ബാഗുണ്ട്. കച്ചവടത്തിന് ആവശ്യമായിട്ടുള്ള പണമെല്ലാം അതിൽ സ്വരൂപിച്ച് വെച്ചാണ് ഇവർ പോകുന്നത്. ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോഴും ഇവർ രണ്ടുപേരും ഊണ് കഴിക്കുമ്പോഴും അടുത്തുകൂടി സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരുവൻ നടക്കുന്നുണ്ട്. തലയിൽ മഫ്ലർ ചുറ്റിയ ഒരുവൻ. തണുപ്പകറ്റാനെന്ന വ്യാജനയാണ് ചുറ്റിയിരിക്കുന്നത്. പക്ഷെ അവനെ ആരും തിരിച്ചറിയരുത് എന്ന നിഗൂഢ ഉദ്ദേശം അവനുണ്ട്. രണ്ടുപേരെയും സൂക്ഷിച്ചു നോക്കുന്നു. രണ്ടുപേരുടെയും ബാഗുകളിൽ മാറി മാറി നോക്കുന്നു. ഇവർ രണ്ടുപേരും അറിഞ്ഞില്ല. അവർ രണ്ടുപേരും കുശാലായി ആഹാരം കഴിച്ചു. അവരുടെ യാത്ര അങ്ങനെ തുടരുന്നു. നിമിഴിമേളയിലെത്തും ഈ വാന് സൗഭാഗ്യങ്ങൾ അനേകം, നിമിഴിമേളയിലെത്തും ഈ വാന് സൗഭാഗ്യങ്ങൾ അനേകം. കനിയാൻ കാലം കവിത തുളുമ്പും സ്വപ്ന വസന്തമൊരുക്കി, കനിയാൻ കാലം കവിത തുളുമ്പും സ്വപ്ന വസന്തമൊരുക്കി, നവനവ സ്വപ്ന വസന്തമൊരുക്കി. കാന്താരത്തലി വകഞ്ഞൊരുക്കിയ ചെമ്മൺ പാതയിലൂടെ കുതിച്ചു കുതിരകൾ എങ്ങാനും നിമിഴിയിൽ വിപണനമേളമൊരുക്കാൻ, വിപണനമേളമൊരുക്കാൻ, വിപണനമേളമൊരുക്കാൻ. നേരെ സന്ധ്യയായപ്പോൾ മുമ്പിലെ കുതിരവണ്ടി നിന്നു, ഇവാൻ്റെ കുതിരവണ്ടി നിന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നിലെ കുതിരവണ്ടിയിൽ നിന്നു രണ്ടുപേരും പുറത്തിറങ്ങി.
നമുക്ക് ഇന്നിവിടെ എവിടെയെങ്കിലും തങ്ങാം അല്ലേ? അപ്പോൾ കുതിരക്കാരൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം തങ്ങിയ മിൻഷയിലെ സത്രമുണ്ട്, അവിടെ തങ്ങാം, നല്ല നല്ല മുറി കിട്ടും. ശരിയാണ്, രണ്ടുപേരും സമ്മതിച്ചു. അല്ല സുഹൃത്തേ, ഇവൻ പറയുന്നു എന്നോട് ക്ഷമിക്കണം, കഴിഞ്ഞ വർഷം നമ്മൾ വിശദമായിട്ട് പരിചയപ്പെട്ടതാണ്, പക്ഷേ എനിക്ക് മറവി കൂടുതലുണ്ട്, നിങ്ങളുടെ പേര് ഞാനങ്ങ് മറന്നു. അത്രയുള്ളൂ കാര്യം. എൻ്റെ പേര് മൈക്കിൾ, പക്ഷെ നിങ്ങളുടെ പേര് ഞാൻ മറന്നിട്ടില്ല. നിങ്ങൾ ഇവാൻ അല്ലേ? നിങ്ങളുടെ മുഴുവൻ പേര് ഞാൻ പറയാം. ഇവാൻ ദിമിത്രി അക്സനോ. അക്സനോ നിങ്ങളുടെ കുടുംബ പേര്. ഓ, നിങ്ങൾക്ക് എന്തൊരു ഓർമ്മ ശക്തിയാണ്. പിന്നെ ഒരു കാര്യം കൂടി, നമുക്ക് മുറി എടുക്കുമ്പോൾ ഒരു മുറി എടുക്കാം, ഡബിൾ റൂം എടുക്കാം, അപ്പോൾ ലാഭമുണ്ട്. ശരി, ഞാനത് പറയാനിരിക്കുകയായിരുന്നു. രണ്ടുപേരും ചെന്നു, ആ ലോഡ്ജിൻ്റെ മാനേജറെ കണ്ടു, കെയർ ടേക്കർ വന്നു, റൂം അലോട്ട് ചെയ്തു. രണ്ടുപേർക്കും പുതയ്ക്കാൻ കമ്പിളിയൊക്കെ കൊടുത്ത് 2 കട്ടിൽ, നല്ല വൃത്തിയും വെടിപ്പുമുള്ള മുറി. ആ കെയർ ടേക്കർ വെള്ളവും ഗ്ലാസ്സും ഒക്കെ കൊണ്ടുവന്ന് വെച്ചു. രണ്ടുപേരും കിടക്കയിൽ കയറിയിരുന്നു. ഇനി ഉറങ്ങാനുള്ള നീക്കമാണ്. കുതിരക്കാർ രണ്ടുപേരും വണ്ടിയിലാണ്, അവർക്കതാണ് ശീലം, അവർ അങ്ങനെ കിടന്നോളാമെന്ന് പറഞ്ഞു. രണ്ടുപേരും ബാഗിങ് എടുത്തിട്ടുണ്ട്, ചരക്കുകൾ വണ്ടി തന്നെ വെച്ചിരിക്കുകയാണ്. പണമുള്ള ബാഗ് രണ്ടുപേരുടെയും കയ്യിലുണ്ട്. അപ്പോൾ പിന്നെ അത്താഴം കഴിക്കാം. രണ്ടുപേരും കൊണ്ടുവന്ന അത്താഴം കഴിച്ചു. രണ്ടുപേരും കൊണ്ടുവന്ന ഒരേ സാധനം, മനസ്സിന് നല്ല ഐക്യം, റൊട്ടിയും ഉണക്കമാംസം വേവിച്ചതും. രണ്ടുപേരും കഴിച്ചു, വെള്ളം കുടിച്ചു. അപ്പോൾ ഇവാൻ പറഞ്ഞു, ശിശിരമൊക്കെ തീർന്നെങ്കിൽ നല്ല തണുപ്പുണ്ടല്ലേ, തണുക്കുന്നു, തണുപ്പ് മാറ്റണ്ടേ? വേണം 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 അവരൻ പറഞ്ഞു, മൈക്കിൾ പറഞ്ഞു. അപ്പോൾ ഇവാൻ തൻ്റെ പണം വെച്ചിരിക്കുന്ന ബാഗിൽ നിന്ന് ഒരു കുപ്പി പുറത്തെടുത്തു, ഒരു കുപ്പി വോഡ്ക. രണ്ടുപേരും ഗ്ലാസ്സുകളിലേക്ക് പകർന്ന് കുടിക്കാൻ പോകുന്നു. ഇവാൻ തന്നെ അതിലേക്ക് അളവിന് ഒഴിച്ചു, വെള്ളമൊഴിച്ചു, ആവശ്യത്തിന് വെള്ളമൊഴിച്ചു. രണ്ടുപേരും ഗ്ലാസ് കയ്യിലെടുത്തു, കൂട്ടിമുട്ടിച്ചു. ആ ശബ്ദം കേട്ടു. അപ്പോൾ കാതിനെ കൂടി മദ്യപാനത്തിൽ പങ്കെടുപ്പിക്കുകയാണ്. അല്ലെങ്കിൽ യാതൊരു ജോലിയില്ലാത്ത സാധനമാണ് ഈ ചെവി. അതിന് ഒരു പങ്കാളിത്തം കൊടുക്കാൻ വേണ്ടി വിദേശീയരാരോ കൊണ്ടുവന്നൊരു സമ്പ്രദായമാണ് കൂട്ടിമുട്ടിച്ച് ചിയേഴ്സ് എന്നൊരു ശബ്ദം കേൾപ്പിക്കുക. രണ്ടുപേരും അല്പാൽപമായി മദ്യപിച്ചു തുടങ്ങി. ഉള്ളിൽ മദ്യം ചെന്നപ്പോൾ നമ്മുടെ ഇവാൻ സംസാരിച്ചു തുടങ്ങി. സംസാരം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മദ്യം ഉള്ളിൽ ചെന്നാൽ ആദ്യം സംസാരിച്ചു തുടങ്ങും. ഈ തണുപ്പ് കാലമൊക്കെ കുറയുന്നു, പക്ഷേ തണുപ്പ് കാലത്തിന് 3 ഫണങ്ങളുണ്ടെന്നാണ് ഒരു കവി പറഞ്ഞിരിക്കുന്നത്. ചരൽ ശിശിര ഹേമന്തങ്ങൾ അവൾ തൻ ഫണത്രയം. തണുപ്പ് കാലമാകുന്ന അവൾക്ക് 3 ഭാവം, 3 ഫണങ്ങൾ. അങ്ങനെ വല്ലാത്ത തണുപ്പ്, അതുകൊണ്ട് കൊത്തുന്ന ഫണങ്ങൾ. അതൊക്കെ കവിഭാവന. പക്ഷേ കവിഭാവന ആരെന്തെല്ലാം പറഞ്ഞാലും ഓമർ ഖയ്യാമിനോളം വലിയൊരു കവി ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ കവിത കേട്ടിട്ടില്ലേ? Here with a loaf of bread beneath the bough, a flask of wine, a book of verse, and thou beside me singing in wilderness, and wilderness is paradise now. എന്താ ഞാനീ പറഞ്ഞത്? ഞാൻ പാടി വിശദീകരിച്ചു തരാം. ചിന്താബന്ധുരകാവ്യവും ലഘുതരം ഭോജ്യങ്ങളും ചെന്നിറം ചിന്തി പൂമ്പത പൊങ്ങി വീഞ്ഞു നിറയും സുസ്പാടിക കിണ്ണവും കാന്തേ നീ അരികത്തിളം തണലിലായി പാടാനുമുണ്ടെങ്കിലോ കാന്താരസ്ഥലി പോലും ഇന്നിവനഹോ സ്വലോകമാണോ മിസ്റ്റർ ഇവാൻ, നിങ്ങൾ കവിത ആസ്വദിക്കുന്നു, നിങ്ങൾ കവിത നന്നായി ആലപിക്കുന്നു, എത്ര മനോഹരമായി നിങ്ങൾക്ക് പാടാൻ കഴിയുന്നു. ശരി ശരി, നല്ല വാക്കുകൾക്ക് നന്ദി. എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും. ഞാൻ നേരത്തെ ഉറങ്ങും, നേരത്തെ ഉണരും. ഏർലി ടു ബെഡ്, ഏർലി ടു റൈസ്. അതാണ് എൻ്റെ ശീലം. നിങ്ങളെങ്ങനെയാണ് മിസ്റ്റർ മൈക്കിൾ? ഞാൻ താമസിച്ചേ ഉറങ്ങാറുള്ളൂ, താമസിച്ചേ ഉണരാറുള്ളൂ. അപ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കാം. ഞാൻ നേരത്തെ കിടന്നുറങ്ങുന്നു, അതിരാവിലെ ഉണരുന്നു, നിങ്ങളെ വിളിക്കാതെ യാത്ര പറയാതെ ഞാൻ എൻ്റെ യാത്ര തുടരുന്നു. നിങ്ങൾ നിങ്ങളുടെ സാവകാശം എഴുന്നേറ്റ് നിങ്ങളുടെ യാത്ര തുടർന്നാൽ മതി. ഓക്കെ ഓക്കെ മിസ്റ്റർ മൈക്കിൾ, ഗുഡ് നൈറ്റ്. ഓക്കെ ഇവാൻ, ഗുഡ് നൈറ്റ്. രണ്ടുപേരും കിടന്നു. ആ കമ്പിളിപ്പുതപ്പിനടിയിലേക്ക് രണ്ടുപേരും ചുരുണ്ടു. രണ്ടുപേരും ഉറക്കമായി. പുറത്ത് നിശബ്ദത, ഇടയ്ക്കിടയ്ക്ക് നിശബ്ദതയെ ഭഞ്ജിക്കുന്ന
ആ ശിശിരക്കാറ്റിൻ്റെ വരവുണ്ട്. അത് വന്ന് പഴുത്ത് വീഴാറായ ഇലകളെ വന്ന് തൊടുന്നു, അത് വീഴുന്നു. ദലം മർമ്മരം. നിലാവുണ്ട്, മങ്ങിയ നിലാവും മൂടൽ മഞ്ഞും അങ്ങനെ നിലനിൽക്കും. മഞ്ഞിൽ മീനും ശിശിരിത നിശയിലുറങ്ങി മഞ്ഞിൽ മീനും നാഴികമണിയും മുഴങ്ങി മൊഴി ചൊല്ലിയൊഴുകി നാഴികമണിയും മുഴങ്ങി മൊഴി ചൊല്ലിയൊഴുകി ശിശിരിത നിശയിലുറങ്ങി അവർ ശശിലേഖ മഞ്ഞിൽ മീനും. എല്ലാവരും ഉറക്കം, ആരുമില്ല എന്ന് പറഞ്ഞുകൂടാ. ആ സത്രത്തിൻ്റെ വരാന്തയിലൂടെ ഒരാൾ നടക്കുന്നു. ഒരു മാർജാരൻ ചൂടുവെക്കുന്നത് പോലെ ശബ്ദമുണ്ടാക്കാതെ നടക്കുന്നു. ഉയരമുള്ള ഒരു മനുഷ്യൻ, തലയിൽ മഫ്ലർ ചുറ്റിയിട്ടുണ്ട്. അയാൾ മെല്ലെ നടന്ന് ഇവർ രണ്ടുപേരും കിടന്നുറങ്ങുന്ന മുറിയുടെ മുന്നിൽ വന്നു. ആ വാതിലിൽ മെല്ലെ തള്ളി നോക്കി. വാതിൽ സാക്ഷിയിട്ടിരിക്കുന്നു. അയാൾ ഇടത്തേക്ക് നോക്കി. ഇടത്തൊരു ജനലിൻ്റെ പാളി തുറന്നു കിടക്കുന്നു. അയാളത് പിടിച്ച് തുറന്നു. അയാളുടെ മുഖം പ്രസന്നമായി. കാരണം ജനലിന് അഴികളില്ല, ഉള്ളതൊരു ക്രോസ് ബാർ മാത്രം. പിന്നെ വൈകിയില്ല. നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ഞൊട്ടി കൊണ്ട് അയാളിതാ ആ വാതായനത്തിലൂടെ അകത്ത് കിടന്നു. രണ്ടുപേരും കിടക്കുന്ന കിടക്കയ്ക്കിടയിൽ നിൽക്കുന്നു. അരണ്ട വെളിച്ചമേ ഉള്ളൂ മുറിയിൽ. ആരാണിവൻ? ഇവൻ എന്തിനു കിടന്നു? ഇവൻ മോഷ്ടാവാണോ? ആരും ഈ തസ്കരനോ മുറിക്കുള്ളില മോഷണത്തിനായണങ്ങോ? ആരും ഈ തസ്കരനോ മുറിക്കുള്ളില മോഷണത്തിനായണങ്ങോ? വാതായനത്തിലൂടെ ഇറങ്ങുറിക്കുള്ളിൽ എന്താണിവൻ ഉദ്ദേശം? വാതായനത്തിലൂടെ ഇറങ്ങുറിക്കുള്ളിൽ എന്താണിവന്റെ ഉദ്ദേശം? ആരും ഈ തസ്കരനോ മുറിക്കുള്ളില മോഷണത്തിനായണങ്ങോ? അവൻ അനങ്ങാതെ ആ കിടക്കയ്ക്ക് ഇടയിൽ നിൽക്കുന്നു. രണ്ടുപേരും ഉറക്കമാണ്, മദ്യോതിതമായ ലഹരിയിലാണ്. അതുകൊണ്ട് രണ്ടുപേരും കാണുന്നില്ല. അഥവാ ഉണർന്ന് കണ്ടിരുന്നെങ്കിൽ അത് ഭീതിതമായ ഒരു കാഴ്ചയായി തീർന്നേനെ. ഭീതിതമാ കാഴ്ച കാണാതിവാനിറക്കത്തിലങ്ങു. ഭീതിതമാ കാഴ്ച കാണാതിവാനിറ നല്ല ഉറക്കത്തിലങ്ങു. മൈക്കിൾ തലയ്ക്കു വെച്ചിടുന്ന ബാഗിന് തസ്കരൻ കൈ നീട്ടി മെല്ലെ. മൈക്കിൾ തലയ്ക്കു വെച്ചിടുന്ന ബാഗിന് തസ്കരൻ കൈ നീട്ടി മെല്ലെ. തസ്കരൻ കൈ നീട്ടി മെല്ലെ. കൂടുതൽ സുരക്ഷിതമായി മൈക്കിൾ അത് തലയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഇവാനാകട്ടെ തൻ്റെ ബാഗ് കുഞ്ഞിനെ കിടത്തുന്ന പോലെ തൊട്ടടുത്താണ് കിടത്തിയിരിക്കുന്നത്. അവൻ്റെ ലക്ഷ്യം പണമുള്ള ബാഗ് തന്നെ. അവൻ മെല്ലെ മൈക്കിളിൻ്റെ ബാഗ് ഇളക്കി ഇളക്കി എടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ബാഗ് ചലിച്ചപ്പോൾ മൈക്കിൾ ഉണർന്നു. അയാളെ കാഴ്ച കണ്ട് അന്താളിച്ചിങ്ങനെ നോക്കിക്കിടന്നു. എന്ത് പറയണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. പെട്ടെന്ന് അയാൾ ചാടി എഴുന്നേറ്റു. പക്ഷേ ഞൊടിയിടയ്ക്കുള്ളിൽ ബലിഷ്ഠനായ മനുഷ്യൻ തൻ്റെ ഒരു കൈ കൊണ്ട് മൈക്കിളിൻ്റെ മൂക്കും വായും പൊത്തിപ്പിടിച്ച് കിടക്കയിലേക്ക് മലർത്തി കിടത്തി. തൊട്ടടുത്ത നിമിഷം അയാൾ ഇടുപ്പിൽ സൂക്ഷിച്ചിരുന്ന കഠാര പുറത്തെടുത്തു. ഒരു വലിയ കഠാര. ആ കഠാര അയാൾ മൈക്കിളിൻ്റെ ഇടനെഞ്ചിലേക്ക് കുത്തിയിറക്കി. ഇതാ പ്രാണന് വേണ്ടി കിടന്ന് പിടയ്ക്കുന്നു മൈക്കിൾ. പക്ഷേ അവനെ പിടിവിട്ടില്ല. ശ്വാസം മുട്ടിച്ചും പിടയ്ക്കാൻ അനുവദിക്കാതെയും ഒക്കെ അമർത്തിപ്പിടിച്ചു. പിടഞ്ഞ് പിടഞ്ഞ് ഒടുവിൽ മൈക്കിൾ മരിച്ചു. അവൻ യാതൊന്നും സംഭവിക്കാത്ത മാതിരി ആ മൃതശരീരം കമ്പിളിപ്പുതപ്പ് കൊണ്ട് മൂടി. എന്നിട്ട് ആ കഠാരയുമായി അയാൾ അടുത്ത ആളിൻ്റെ നേർക്ക് തിരിഞ്ഞു. അവിടെ ബാഗിരിപ്പുണ്ട്. അയാൾക്ക് എന്തോ ഉദ്ദേശമുണ്ട്. അയാളൊന്ന് ചലിച്ചപ്പോൾ പുറത്ത് പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ഒരു വേഴാമ്പലിൻ്റെ ശബ്ദം. അവൻ ചെയ്യാൻ ഉദ്ദേശിച്ചു വന്ന കാര്യത്തിൽ അവനൊരു അറപ്പുണ്ടായി. അവൻ അറച്ചു. പിന്നെ അവൻ എന്ത് ചെയ്യണമെന്ന് ഒരു നിമിഷം ആലോചിക്കേണ്ടി വന്നു. പെട്ടെന്ന് അവൻ ചെയ്തത് അവിടെ ഇരുന്ന ഇവാൻ്റെ ബാഗ് എടുത്തു, അത് തുറന്നു, ചോര പുരണ്ട ആ കഠാര അതിലിട്ടു, ബാഗ് അടച്ചു. ഞൊടിയിടയ്ക്കുള്ളിൽ അവൻ ആ വാതായനത്തിലൂടെ ചാടി രക്ഷപ്പെട്ടു. ഘോരമമ്പല ചെയ്ത് ധനവും കവർന്നവൻ മഞ്ഞിലിരുളിൽ മറഞ്ഞു.
ഘോരമം കൊല ചെയ്തു താനുണ്ടവർന്നവൻ മഞ്ഞിലിരുളി മറഞ്ഞു. നേരം പുലരുന്നു താരകൾ മങ്ങി സൂര്യനൊതിച്ചു കിടക്ക്. നേരം പുലരുന്നു താരകൾ മങ്ങി സൂര്യനൊതിച്ചു കിടക്ക്. സൂര്യനൊതിച്ചു കിഴക്ക്. സൂര്യനൊതിച്ചു കിഴക്ക്. മൈക്കിളിൻ്റെ ക്ലോക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതിനേക്കാളും നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇവാൻ്റെത്. അത് നേരത്തെ അയാൾ ഉറങ്ങി, നേരത്തെ ഉണർന്നു. ഇനിയിപ്പോൾ കൂട്ടുകാരനെ ശല്യം ചെയ്യേണ്ട. അയാൾ യാത്ര പറയാതെ അയാളുടെ ബാഗും എടുത്ത് യാത്ര തുടരാനായി ആ വാതിൽ മെല്ലെ തുറന്നു. പുറത്തേക്കിറങ്ങി വാതിലടച്ചു. ചെന്ന് കുതിരക്കാരനെ തട്ടി വിളിച്ചു. പോണ്ടേ? ആ, ഞാൻ റെഡിയായി കിടക്കുകയാണ് സാർ. അയാൾ എവിടെയോ പോയൊരു ചായയൊക്കെ കുടിച്ച് വന്ന് കിടക്കുകയാണ്. അങ്ങനെ ആ യാത്ര മൈക്കിൾ അകത്ത് കിടക്കുമ്പോൾ ഇയാൾ ഇവാൻ ഒറ്റയ്ക്ക് യാത്ര തുടരുന്നു. തണ്ടാരത്തലി മകഞ്ഞൊരുക്കിയ കൊതിച്ചു കുതിരകൾ ഇവാനിന് മിഴിയിൽ വിപണനമേളമൊരുക്കാൻ. കൊതിച്ചു കുതിരകൾ ഇവാനിന് മിഴിയിൽ വിപണനമേളമൊരുക്കാൻ. 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 മഞ്ഞിനെ കീറി മുറിച്ചുകൊണ്ട് ആ വണ്ടി മുമ്പോട്ട് കുതിച്ചു. ആ വനസ്ഥലി എന്ന പ്രകൃതി മാറി വരുന്നു. ഇതാ കൃഷിയിടങ്ങൾ. നേരം പുലർന്നപ്പോൾ തന്നെ കൃഷിക്കാർ അവരുടെ പണി തുടങ്ങിക്കഴിഞ്ഞു. ഒരിടത്തെത്തിയപ്പോൾ കൊയ്ത്തുപാട്ട് കേൾക്കാം. തെയ്യാരേ 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 തെയ്യാരേ. മാമലമേലേ മനജുമമ്മേ, മാമലമേലേ മനജുമമ്മേ, മാമലമേലേ മനജുമമ്മേ വെള്ളവും പൊങ്ങിയിറങ്ങാലോ. മാമലമേലേ മനജുമമ്മേ വെള്ളവും പൊങ്ങിയിറങ്ങാലോ. പാടത്തിറങ്ങാൻ കൊയ്ത്തു തുടങ്ങാം നെല്ല് വിളഞ്ഞത് തെയ്യന്താരം. പാടത്തിറങ്ങാൻ കൊയ്ത്തു തുടങ്ങാം നെല്ല് വിളഞ്ഞത് തെയ്യന്താരം. ഓ തെയ്യാരേ 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 തെയ്യാരേ. ഓ തെയ്യാരേ 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 തെയ്യാരേ. ഓ തെയ്യാരേ 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 തെയ്യാരേ. ആ പാട്ടിന്റെ വീതികൾ നേർത്തില്ലാതാകുന്നത് ഇവാൻ മനസ്സിലാക്കി. ദൂരം കുറെ താണ്ടി ഒരിടത്താവളത്തിൽ വീണ്ടും വന്നു. കുതിരയ്ക്ക് പുല്ലും വെള്ളവും കൊടുക്കാൻ ആ കുതിരക്കാരൻ അങ്ങോട്ട് മാറി. തൊട്ടടുത്തൊരു ചായക്കടയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടു. അവിടേക്ക് പെട്ടെന്ന് ചെന്ന് ഇവാൻ ഒരു ചൂട് ചായ കുടിച്ചു ഉഷാറായി പുറത്തേക്ക് വന്നു. പെട്ടെന്ന് മറ്റൊരു ട്രോയ്ക്ക വരുന്നു അകലെ നിന്ന്. വളരെ വേഗത്തിൽ ഇങ്ങോട്ട് വന്ന് ഇവാന്റെ സമീപം അത് പെട്ടെന്ന് കടിഞ്ഞാനിട്ട് പിടിച്ചങ്ങ് നിന്നു. വളരെ പെട്ടെന്ന് 3 പോലീസുകാർ ആ ട്രോയ്ക്കയിൽ നിന്ന് ചാടിയിറങ്ങി ഇവാന്റെ നേർക്ക് നടന്നെടുത്തു. ഏയ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ മിൻഷേല സത്രത്തിൽ നിന്ന് രാവിലെ പുറപ്പെട്ടു. ഓ, അപ്പൊ ഞങ്ങൾക്ക് ആള് തെറ്റിയില്ല. എന്താ സാർ കാര്യം? എന്താ സാർ കാര്യം? നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കച്ചവടക്കാരൻ മരിച്ചതെങ്ങനെ? എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കച്ചവടക്കാരൻ മൈക്കിൾ മരിച്ചെന്നു? ഞാൻ പോരുമ്പോൾ അയാൾ നല്ല ഉറക്കമായിരുന്നല്ലോ. നിങ്ങൾ കൂടുതൽ വേലയൊന്നും കാണിക്കണ്ട. ഞങ്ങളുടെ സ്റ്റേഷനിൽ വെളുപ്പിനൊരു അജ്ഞാതൻ്റെ സന്ദേശം കിട്ടി. എഴുതിയ ഒരു കുറിപ്പ്. മിൻഷേല സത്രത്തിലൊരു കൊലപാതകം നടന്നു. ആ കൊല ചെയ്യപ്പെട്ട ആളുടെ കയ്യിലുണ്ടായിരുന്ന പണം കവർന്നുകൊണ്ട് ഒരാൾ സ്ഥലം വിട്ടു എന്ന് ഒരു റിപ്പോർട്ട് വന്നു. അജ്ഞാതൻ്റെ കുറിപ്പ്. ഞങ്ങൾ ഉടൻ തന്നെ മിൻഷേല സത്രത്തിൽ ചെന്നു. മാനേജറെ കണ്ടു, കെയർടേക്കറെ കണ്ടു, എല്ലാവരെയും ചോദ്യം ചെയ്തു. ഞങ്ങൾ കണ്ടു ആ മനുഷ്യൻ മരിച്ചു കിടക്കുന്നത് കണ്ടു. അയാളെ അരുംകൊല ചെയ്തു. അരുംകൊല ചെയ്ത് അയാളുടെ കയ്യിലുണ്ടായിരുന്ന 20,000 രൂപകളും കരസ്ഥമാക്കി. നിങ്ങൾ നേരത്തെ സ്ഥലം വിട്ടല്ലേ? അയ്യോ, ഞാനൊന്നും ചെയ്തില്ല. പിന്നെ എവിടെ ആ 20,000 രൂപ? എവിടെ? എൻ്റെ കയ്യിൽ എൻ്റെ പണം മാത്രമേ ഉള്ളൂ. എങ്കിൽ ബാഗ് തുറക്ക് കാണട്ടെ. അയാൾ പെട്ടെന്ന് ബാഗ് തുറന്ന് കാട്ടിക്കൊടുത്തു. എന്താ ഇത്? ഒരു ചോരപുരണ്ട കട്ടാരാ ഇതെന്റെ ബാഗിനുള്ളിൽ എങ്ങനെ വന്നു? കൊലപാതകം ചെയ്തിട്ട് ഞങ്ങളോട് ചോദിക്കുന്നു ബാഗിൽ ചോരപുരണ്ട കഠാര എങ്ങനെ വന്നെന്ന്? കൊള്ളാം, നിങ്ങളുടെ അഭിനയം കൊള്ളാം. അയ്യോ, ഞാൻ അത്തരക്കാരനല്ല. ഞാൻ നിരപരാധിയാണ്. അപരാധം ചെയ്തൊരു ശീലമില്ല, മാരകമായുധം സ്വന്തമില്ല. കേട്ടില്ല അധികാരി ചിത്തനാളെ ബന്ധിച്ചു കാരാഗൃഹത്തിലാക്കി. കേട്ടില്ല അധികാരി ചിത്തനാളെ ബന്ധിച്ചു കാരാഗൃഹത്തിലാക്കി.
അപരാധം ചെയ്തൊരു ശീലമില്ല, മാരകമായുധം സ്വന്തമില്ല. അയാൾ എത്ര കേണപേക്ഷിച്ചിട്ടും അയാളുടെ വാദങ്ങൾ കേൾക്കാൻ അവർ തയ്യാറായില്ല. ഒരു കൊലപാതകത്തെ സംബന്ധിച്ച് ഏറ്റവും ശക്തമായ തെളിവാണ് കൊലപാതകത്തിന് ഉപയോഗിച്ച കഠാര. ഒരാളിൻ്റെ ബാഗിൽ കണ്ടാൽ അയാളാണ് ചെയ്തത് എന്ന നിഗമനത്തിലെത്താൻ പോലീസിന് അധികം സമയം വേണ്ട. അതുകൊണ്ട് അയാളുടെ അഭ്യർത്ഥന ഒന്നും അവർ മാനിച്ചില്ല. അയാളുടെ കൈകാലുകൾ കെട്ടി, കയറുകൊണ്ട് കെട്ടി അയാളെ വണ്ടിയിലേക്ക് എടുത്ത് രേഖ പാശത്താൽ കൈകാലുകൾ കെട്ടി വണ്ടിയിലേറ്റിപ്പോയി, പാശത്താൽ കൈകാലുകൾ കെട്ടി വണ്ടിയിലേറ്റിപ്പോയി. അപരാധം ചെയ്തെന്ന് പറഞ്ഞ് ഉടനടച്ചു തുറങ്കിൽ, അപരാധം ചെയ്തെന്ന് പറഞ്ഞ് ഉടനടച്ചു തുറങ്കിൽ, ഉടനടച്ചു തുറങ്കിൽ, ഉടനടച്ചു തുറങ്കിൽ. വിവരം അയാളുടെ ഭാര്യ അറിഞ്ഞു. അവരോടിച്ചെന്നു, അയ്യോ അദ്ദേഹം അത്തരക്കാരനല്ല, അദ്ദേഹത്തെ തുറന്നു വിടണം. അദ്ദേഹം ഒരിക്കലും ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ കേൾപ്പുള്ളയാളല്ല. അപരാധം ചെയ്തൊരു ശീലമില്ല, താരകമായുധം സ്വന്തമില്ല. കേട്ടില്ല അധികാരി ചിട്ടനാളെ ബന്ധിച്ചു കാരാഗൃഹത്തിലാക്കി, ബന്ധിച്ചു കാരാഗൃഹത്തിലാക്കി. അവരും നിസ്സഹായിയായി പോകേണ്ടി വന്നു. പക്ഷേ ഭാര്യയ്ക്ക് ഭർത്താവ് എല്ലാമാണല്ലോ. അവർ വീണ്ടും ജയിലിലേക്ക് ചെന്നു. കാണാൻ അനുവാദം ചോദിച്ചു. ഇല്ല, ഇങ്ങനൊരു കൊടും കുറ്റവാളിയെ കാണാൻ അനുവദിക്കില്ല. അയാൾക്ക് കുടുംബ ബന്ധങ്ങളിൽ വലിയ വിശ്വാസമൊന്നും കാണുകയില്ല. അല്ലെങ്കിൽ ഇങ്ങനെയും മാരകമായൊരു കൊലപാതകം ചെയ്യുമോ? അതുകൊണ്ട് ഞങ്ങളുടെ നിയമം അനുശാസിക്കുന്നത് ഒരു കാരണവശാലും ബന്ധുക്കളെ കാണാൻ അനുവദിക്കരുത് എന്നാണ്. അപ്പോഴേക്കും അവിടെ ഭാര്യ വന്നിരിക്കുന്നത് വെറുതെയല്ല, 3 കുഞ്ഞുങ്ങളുമായിട്ടാണ്. അച്ഛനെ കാണിക്കാൻ. പിഞ്ചു കുഞ്ഞുങ്ങൾ ഒരച്ഛനെ കാണാൻ മോഹിച്ചു വന്നതാണ്. അച്ഛനെ കാണാത്ത ദിവസങ്ങളില്ല. ഇപ്പം കച്ചവടത്തിന് പോയ ഒരു ദിവസം മാത്രമാണ് കാണാതിരുന്നത്. അവരെങ്കിലും കാണാൻ അനുവദിക്കണം. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ? അയ്യോ, അങ്ങനെ പറയരുത്, അങ്ങേക്ക് 100 പുണ്യം കിട്ടും, ആ ജയിലറോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അയാൾക്ക് ഒരു അലിവ് തോന്നി. ശരി, നിങ്ങളെ ഒരു തവണ കാണാൻ അനുവദിക്കാം. സെൻട്രി, അവനെ കൊണ്ടുവരൂ, ആ കൊലപാതകിയെ കൊണ്ടുവരൂ. അല്പസമയത്തിനുള്ളിൽ ഇവാനെ കൊണ്ടുവരുന്നു. മേലാസകലം ചങ്ങല ചുറ്റി ജയിലിലെ നമ്പറിട്ട വേഷവുമായി ഇതാ വരുന്നു ഇവാൻ. അയാളെ ആ മട്ടിൽ കണ്ടപ്പോൾ ഭാര്യ വാവിട്ട് നിലവിളിച്ചു, അയ്യോ ഇതെന്തവസ്ഥയാണ്? അദ്ദേഹം സാധുവാണ്, ഒരിക്കലും ഒരു ഉമ്മിനെ പോലും നോവിക്കുന്ന ആളല്ല. അയാൾ മുഖം കുനിച്ച് നിന്നു. അല്ലാതെ എന്ത് ചെയ്യും? അത് കണ്ടപ്പോൾ ഈ പട്ടാളക്കാരുടെയൊക്കെ ഈ കാർക്കശ്യവും കൂടി കണ്ടപ്പോൾ അവർക്കൊരു സംശയം തോന്നി. അല്ല ഇവാൻ, നിങ്ങൾക്ക് ആ കൊലപാതകവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങളാണോ അത് ചെയ്തത്? ഇവാൻ പൊട്ടിക്കരഞ്ഞു പോയി. മേരി, നീയും എന്നെ അവിശ്വസിക്കുകയാണോ? അയാൾ കൊച്ചുകുട്ടിയെ പോലെ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. അച്ഛൻ കരയുന്നത് കണ്ടപ്പോൾ കുഞ്ഞുങ്ങൾ കരഞ്ഞു, ഭാര്യയും കരഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ ആ ജയിലറുടെയും കണ്ണ് നിറഞ്ഞുപോയി. മനുഷ്യനല്ലേ, പക്ഷെ അയാൾ ഗൗരവം നടിച്ചിട്ട് പറയുന്നു, അത് കൊള്ളാം, ഒരു ദാക്ഷിണ്യം കാണിച്ചപ്പോൾ, ഒരു ചെറിയ ഇളവ് കാണിച്ചപ്പോൾ എല്ലാവരുടെ സംഘമായിട്ട് നിന്ന് കരയുകയല്ലേ? നിർത്ത്, ഒരു കാര്യം ചെയ്യും, ഇവനെ തിരിച്ചു കൊണ്ടുപോകും. മതി കണ്ടത്, നിങ്ങളുടെ ആവശ്യം ഞാൻ അംഗീകരിച്ചു, പോയിക്കോളൂ. ഇനി ഒരു കാര്യം കൂടി, മേലാൽ ഇതും പറഞ്ഞിങ്ങോട്ട് വന്നു പോകരുത്. അയാളെ തിരിച്ച് തടവറയിലേക്ക് മാറ്റി. ഇനി നിവൃത്തിയില്ല. എന്താണ് മാർഗമെന്ന് അയാൾ അന്വേഷിച്ചു. ചക്രവർത്തിക്കൊരു ദയാഹർജി സമർപ്പിക്കുക. അയാളത് ചെയ്തു. ഭാര്യയും അങ്ങനെ ഒരു ദയാഹർജിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തു. ജയിലിൽ നിന്ന് മോചിപ്പിക്കണം, ശിക്ഷ ഇളവ് ചെയ്യണം. പക്ഷേ ആ പോലീസ് റിപ്പോർട്ട്, അതിൻ്റെ ഫൈൻഡിങ്സ്, അത് മാത്രമായിരുന്നു സാർ ചക്രവർത്തി പരിഗണിച്ചത്. അദ്ദേഹത്തിന് മറ്റൊന്നും നോക്കണ്ട. തൻ്റെ നിയമജ്ഞർ, തൻ്റെ സേവകർ നൽകുന്ന തെളിവ് മാത്രം അദ്ദേഹം നോക്കി. അദ്ദേഹം ഒരിളവും അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, അയാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. നിഷ്ഫലമായി തീർന്നു നിഷ്ഫലമായി തീർന്നു ഇവാനിനെ ജീവപര്യന്തം ജയിലിലാക്കി. നീണ്ടകാലം ജയിൽ ശിക്ഷ സഹിച്ചവൻ പാവം ഇവാൻ പടുവൃദ്ധനായി. നീണ്ടകാലം ജയിൽ ശിക്ഷ സഹിച്ചവൻ പാവം ഇവാൻ പടുവൃദ്ധനായി.
നിഷ്ഫലമായി തീർന്നു ഹർക്കിക്കുവാനിനെ ജീവപര്യന്തം ജയിലിലാക്കി. ജീവപര്യന്തം 26 വർഷം. നമ്മുടെ നാട്ടിലൊരു കാലത്ത് 14 വർഷമായിരുന്നു, പിന്നെ 10 കുറഞ്ഞു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിനുള്ളിൽ അയാൾ മരിക്കുകയാണെങ്കിൽ അത് തന്നെ ജീവപര്യന്തം, ജീവിച്ചിരിക്കുകയാണെങ്കിൽ അത്രയും വർഷം കഴിയുമ്പോൾ തുറന്നുവിടും. 26 വർഷം എങ്ങനെ സർവതന്ത്ര സ്വതന്ത്രനായി ജീവിച്ചയാൾ, ഉറ്റവരുടെയും ഉടയവരുടെയും സ്നേഹം ഏറ്റുവാങ്ങി ജീവിച്ചയാളിന് എങ്ങനെ സമയം തള്ളി നീക്കാനാകും? ജയിലധികൃതർ തൊഴിൽ പഠിക്കാൻ അവസരം കൊടുത്തു. അയാൾ ചെരുപ്പ് നിർമ്മാണം പഠിച്ചു, നല്ല ചെരുപ്പുകൾ ഉണ്ടാക്കി. അത് പുറത്ത് നല്ല ഡിമാൻഡുള്ള സംഗതിയായി മാറി. അയാൾക്ക് നല്ല സമ്പാദ്യമുണ്ടായി. പക്ഷേ ഒന്നുണ്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ടും ആരും അയാളെ തിരിഞ്ഞു നോക്കുന്നില്ല. അതുകൊണ്ട് തനിക്ക് വേണ്ടി താൻ എന്തെങ്കിലും ചെയ്യണം എന്ന ചിന്തയായി. ഈ കിട്ടിയ സമ്പാദ്യം മുഴുവൻ ജയിലധികൃതർ സൂക്ഷിച്ചു. ആ പണം ഉപയോഗിച്ച് അയാൾ പുസ്തകങ്ങൾ വാങ്ങി വായിക്കാൻ തീരുമാനിച്ചു. ദണ്ഡനാധികാരത്താൽ കണ്ണുരുട്ടിയോ, സ്നേഹാഖണ്ഡശക്തിയാൽ കൈക്കു പിടിച്ചു നിർത്തിയോ, ഭംഗിയിൽ അനുരാഗാൽ അണച്ചു തഴുകിയോ, പിന്തിരിപ്പിപ്പൂ നിങ്ങൾ ദുഷ്കൃതത്തിൽ നിന്നെന്നെ. പുരാണകൃതികളെക്കുറിച്ച് മഹാകവി വള്ളത്തോൾ പാടിയതാണ്. പുസ്തകം അമ്മയാണ്, പുസ്തകം ഗുരുവാണ്, പുസ്തകം കാമുകിയാണ്. അങ്ങനത്തെ ഭാവത്തിൽ നിൽക്കുന്ന പുസ്തകങ്ങൾ അത് വായിച്ച് അയാൾ വായിക്കാത്ത പുസ്തകങ്ങളില്ല. നോവലുകൾ വായിച്ചു, ദർശനങ്ങൾ വായിച്ചു, പ്രത്യയശാസ്ത്രങ്ങൾ പഠിച്ചു. അങ്ങനെ പുസ്തകങ്ങളുടെ ഒരു മായാലോകത്ത് അയാൾ ഒഴുകി നടന്നു. പുസ്തകമായാലോകം ഇത് ലോക സാഹിത്യ നിലയം, പുസ്തകമായാലോകം ഇത് ലോക സാഹിത്യ നിലയം. വ്യാസൻ, ഭാസൻ, വാൽമീകി, കാളിദാസൻ, ഭവഭൂതി, ടാഗോർ, ഗാന്ധിജി, പണ്ഡിറ്റ് ജി, കുഞ്ചൻ കുഞ്ചൻ ചെറുശ്ശേരി, കുമാരനാശാൻ, വള്ളത്തോൾ, SK തകഴി, ബഷീർ സുൽത്താൻ. പുസ്തകമായാലോകം ഇത് ലോക സാഹിത്യ നിലയം, പുസ്തകമായാലോകം ഇത് ലോക സാഹിത്യ നിലയം. ഷേക്സ്പിയർ, ഷെല്ലി, ജോൺ മിൽട്ടൺ, കീറ്റ്സ്, എമേഴ്സൺ, ചാൾസ് ഡാൻസൺ, ഡോസ്റ്റോവസ്കി, ലിയോ ടോൾസ്റ്റോയ്, ഇബ്സൺ, സ്റ്റെൻഡാൽ, ബെർണാഡ് ഷാ, D.H. ലോറൻസ്, T.S. എലിയറ്റ്, വിക്ടർ ഹ്യൂഗോ, ചാൾസ് ഡിക്കൻസ്. പുസ്തകമായാലോകം ഇത് ലോക സാഹിത്യ നിലയം, പുസ്തകമായാലോകം ഇത് ലോക സാഹിത്യ നിലയം. ഈ ഗാനം ആലപിക്കുമ്പോൾ ആ ഗാനം കൂടുതൽ അന്വർത്ഥമാകുന്നു. പുസ്തകമായ ലോകത്ത് നിന്ന് ഈ കഥ പറയുമ്പോൾ അയാൾ പുസ്തകങ്ങൾ ധാരാളം വായിച്ച് അയാൾ ഒരു പ്രത്യേക ഉന്നതമായ മാനസിക തലത്തിലെത്തി. അയാൾ ഏവരാലും ഒരു ഗുരുവായി അവിടെ വാഴിക്കപ്പെട്ടു. പാരായണം ചെയ്ത ഗ്രന്ഥങ്ങൾ ശീലമവരിൽ വളർത്തി, പാരായണം ചെയ്ത ഗ്രന്ഥങ്ങൾ സാത്വിക ശീലമവരിൽ വളർത്തി. ഏവരും ജയിലിലെ വന്ധ്യവയോധിക ഗുരുവായ അയാളെ വണങ്ങി, ഏവരും ജയിലിലെ വന്ധ്യവയോധിക ഗുരുവായ അയാളെ വണങ്ങി. അയാളെ വന്ധ്യവയോധികനായ ഗുരുവായി എല്ലാവരും വണങ്ങി. അയാൾ പലരുടെയും പ്രശ്നങ്ങളിൽ ഇടപെട്ടു. ഒരു മധ്യസ്ഥനെ പോലെ വഴക്ക് കൂടുന്നവരെ സമാധാനപ്പെടുത്തി. ഉദ്യോഗസ്ഥർക്ക് സർക്കാർ ഉത്തരവും മറ്റും വ്യാഖ്യാനിക്കുന്നതിൽ സഹായിച്ചു. എഴുത്തെഴുതേണ്ട തടവുകാർക്ക് എഴുത്തെഴുതി കൊടുത്തു. അങ്ങനെ അയാളുടെ ജയിൽ ജീവിതം വളരെ ധന്യമായി. പക്ഷേ അയാളുടെ ഉറ്റവരാരും അയാളെ തിരിഞ്ഞു നോക്കിയില്ല. കാലം നിലയ്ക്കാതെ മുന്നോട്ട് പോയി പക്ഷേ ഉറ്റവർ തേടി വന്നില്ല, കാലം നിലയ്ക്കാതെ മുന്നോട്ട് പോയി പക്ഷേ ഉറ്റവർ തേടി വന്നില്ല. 26 വർഷങ്ങൾ എണ്ണി അയാൾക്കായി സോജയിൽ വാസമായി, 26 വർഷങ്ങൾ എണ്ണി അയാൾക്കായി സോജയിൽ വാസമായി.
കാലം നിലയ്ക്കാതെ മുന്നോട്ടു പോയി, പക്ഷെ ഉറ്റവർ തേടി വന്നില്ല. ഉറ്റവരാരും തേടി വരുന്നില്ല. എന്നാൽ ഉറ്റവരോടൊത്ത് എങ്ങനെയാണ് അയാൾ വീട്ടിൽ കഴിഞ്ഞത്? എത്ര സ്നേഹത്തോടെയാണ് ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞത്? ആ കാലമെല്ലാം പോയില്ലേ? ആ സുഖങ്ങൾ വേറും ജാലം ആരറിവു നീയതികൾ, കാസുകൊന്നതും താഴെ താഴുപോവതും. 26 വർഷം തടവും പേറിവാന ഈ ദൂരത്ത സൈബീരി അരികൾക്കുള്ളിൽ. ആ സുഖങ്ങൾ വേറും ജാലം ആരറിവു നീയതികൾ, കാസുകൊന്നതും താഴെ താഴുപോവതും. കാലം അപ്രതിഹതമായി മുന്നോട്ട് പോകുന്നു. സമയം മുമ്പോട്ട് മാത്രമാണ് നീങ്ങുക. 3 മാനങ്ങളുണ്ട്: നീളം, വീതി, പൊക്കം. നീളത്തിലൂടെ മുമ്പോട്ടും പുറകോട്ടും നമുക്ക് സഞ്ചരിക്കാം. വീതിയിലൂടെ ഇടത്തേക്കും വലത്തേക്കും സഞ്ചരിക്കാം. പൊക്കത്തിലൂടെ മുകളിലേക്കും താഴേക്കും സഞ്ചരിക്കാം. എന്നാൽ സമയത്തിലൂടെ മുന്നോട്ട് മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ എന്ന് ആൽബർട്ട് ഐൻസ്റ്റൈൻ തൻ്റെ സമയ സിദ്ധാന്തത്തിൽ പറയുന്നു. കാലം മുമ്പോട്ട് തന്നെ പോകുന്നു. കാലം ഇനിയും ഉരുളും. വിഷു വരും, വർഷം വരും, തിരുവോണം വരും. ഓരോ തളിരിലും പൂ വരും, കായ് വരും. അപ്പോഴാരെന്നും എന്തെന്നും ആരറിയാൻ? ഇങ്ങനെയാണ് കാലത്തിൻ്റെ അപ്രതിഹതമായ പോക്ക്. ജയിലിൽ പിന്നെയും കുറ്റവാളികൾ വന്നുകൊണ്ടിരുന്നു. എന്തെല്ലാം ശിക്ഷ കാണിച്ച് ഭയപ്പെടുത്തിയിരിക്കുന്നു ആളുകളെ. തലമുറകളായി അത് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. എങ്കിലും കുറ്റവാസനകൾ താനേ തലപൊക്കും. അതിന് ഒരു രഹസ്ഥാനം വേണം. പണ്ടൊരു നാളിൽ പട്ടണ നടുവിൽ പാതിര നേരം സൂര്യൻ ഉദിച്ചു എന്ന് വയലാർ ഒരു നല്ല പാട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കണ്ട കാഴ്ചകൾ വളരെ മാന്യന്മാർ നടന്നവരെയൊക്കെ പല അനാശാസ്യ കേന്ദ്രങ്ങളിൽ കാണാൻ കഴിഞ്ഞു. പാതിര നേരത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ. അപ്പോൾ ഈ തിന്മ ഭാവം മനുഷ്യ സഹജമാണ്. കുറ്റവാളികൾ പിന്നെയും ജയിലിൽ വന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം കുറേ അധികം തടവുകാർ വന്നു. ആ കൂട്ടത്തിൽ നല്ല ഉയരമുള്ള ആരോഗ്യവാനായ ഒരു 60-കാരൻ വന്നു. ഇവാൻ ശ്രദ്ധിച്ചു. ഒരു താല്പര്യത്തോടെ ചോദിച്ചു, എന്തിനാണ് നിങ്ങളെ ജയിലിലടച്ചത്? ഞാൻ ചെയ്യാത്ത കുറ്റത്തിനാണ് എന്നെ ജയിലിലടച്ചത്. ചെയ്യാത്ത കുറ്റമോ? അതെ, ഒരിടത്ത് ഒരു കുതിരയെ കെട്ടിയിട്ടിരുന്നു. എനിക്കൊരു അത്യാവശ്യം വന്നു. ഞാൻ ഉടമസ്ഥനെ തിരക്കാതെ കുതിര എടുത്തുകൊണ്ട് പോകേണ്ടടുത്ത് പോയിട്ട് തിരിച്ചു വന്നു. അപ്പോഴേക്ക് ഉടമസ്ഥൻ പോലീസിൽ പരാതിപ്പെട്ടു. എന്നെ തൊണ്ടി സഹിതം പിടികൂടി ഞാൻ മോഷ്ടിച്ചതാണെന്ന് അവർ പറഞ്ഞു. എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. ഒടുവിൽ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടു, ഈ ജയിലിൽ കൊണ്ടുവന്നിട്ടു. ഓഹോ, അല്ല, എനിക്കതിൽ ദുഃഖമില്ല. കാരണം ഞാനിപ്പോൾ ചെയ്യാത്ത തെറ്റിന് ഇവിടെ വന്നു. എന്നാൽ ഞാൻ കൊടിയ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ട്. അന്നാരും കണ്ടതുമില്ല, എന്നെ ശിക്ഷിച്ചതുമില്ല. അത് കേട്ടപ്പോൾ ഇവാന് വലിയ കൗതുകമായി. നിങ്ങൾ എവിടുത്തുകാരനാണ്? നിങ്ങളുടെ പേരെന്താണ്? ഞാൻ ആ പട്ടണത്തിലാണ്, വ്ളാഡിമിർ പട്ടണത്തിലാണ് താമസം. എൻ്റെ പേര് മക്കാർ. എന്താ? മക്കാർ എന്നാണല്ലോ എൻ്റെ പേര്. ഞാൻ വ്ളാഡിമിർ ദേശത്തുകാരൻ. മക്കാർ എന്നാണല്ലോ എൻ്റെ പേര്. ഞാൻ വ്ളാഡിമിർ ദേശത്തുകാരൻ. നിങ്ങൾ വ്ളാഡിമിർകാരനാണല്ലേ? എങ്കിൽ ഒന്ന് ചോദിക്കട്ടെ, അറിയുമോ മക്കാർ വ്ളാഡിമിർ ദേശത്തെ അച്ഛനോ വീട്ടിലെ അംഗങ്ങളെ? അറിയുമോ മക്കാർ വ്ളാഡിമിർ ദേശത്തെ അച്ഛനോ വീട്ടിലെ അംഗങ്ങളെ? അച്ഛനോക്കാരെ എല്ലാവരും അറിയും. അവരെ അറിയില്ല എന്ന് പറയുന്നത് മോശമല്ലേ? അവർ വളരെ പ്രശസ്തരാണ്. അവർ നല്ല നിലയിൽ കഴിഞ്ഞതാണ്. ഇപ്പോൾ അവരുടെ ആ പ്രൗഢിയെല്ലാം നിലനിർത്തുന്ന 3 ആൺമക്കളാണ്. അവരുടെ അച്ഛനെ എന്തോ കുറ്റത്തിന് ജയിലിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. സൈബീരിയയിൽ ഇതുപോലെ നമ്മുടെയൊക്കെ കൂടെ കിടക്കുകയാണെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് അയാൾ ഒന്ന് സംശയിച്ചു നിന്നു. ഈ മക്കാർ എന്തോ ഒന്ന് പതറിയതുപോലെ. അല്ല വല്യപ്പ, നിങ്ങളെ എന്തിനാണ് ഈ ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്നത്? എന്നെ എൻ്റെ തെറ്റുകൾക്ക് ഈശ്വരൻ ശിക്ഷിച്ചിവിടെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റ് തടവുകാർ അന്തം വിട്ടു. ഇതുവരെ അയാൾ പറഞ്ഞിരുന്നത് അങ്ങനെയല്ല. ഇപ്പോൾ അയാൾ ഇങ്ങനെ പറയുന്നു, തെറ്റിന് ഈശ്വരൻ ശിക്ഷിച്ചതാണെന്ന്. എന്നാൽ മുമ്പ് അയാൾ പറഞ്ഞത് അവരോർത്തു. അന്ന് അയാൾ പറഞ്ഞത്, പണ്ടൊരു പണിക്കിനെ കൊന്നിട്ട് കത്തിയൻ സഞ്ചിയിലിട്ടിട്ട് പോയൊരുത്തൻ. പണ്ടൊരു പണിക്കിനെ കൊന്നിട്ട് കത്തിയൻ സഞ്ചിയിലിട്ടിട്ട് പോയൊരുത്തൻ. നീതിക്ക് നിയതിക്ക് മുന്നിലെ തെളിവിനാൽ കാരാഗൃഹത്തിൽ ഞാൻ പെട്ടുപോയി. നീതിക്ക് നിയതിക്ക് മുന്നിലെ തെളിവിനാൽ കാരാഗൃഹത്തിൽ ഞാൻ പെട്ടുപോയി.
അത് കേട്ടപ്പോൾ മക്കാർ ചോദിച്ചു, അല്ല നിങ്ങളുടെ സഞ്ചിയിൽ മറ്റൊരാൾ കത്തി കൊണ്ടിട്ടുന്നു, അതെങ്ങനെ സാധ്യമാകും? നിങ്ങൾ അടുത്ത് വെച്ചിരിക്കുന്ന, നിങ്ങൾ കൂടെ കിടത്തിയിരുന്ന ബാഗിനകത്ത് ഒരാൾ കത്തി കൊണ്ടിട്ടു എന്ന് പറഞ്ഞാൽ വിശ്വസനീയമായി തോന്നുന്നില്ല. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് ഇവാൻ ആലോചിച്ചു, ഇവനിത് കണ്ടതുപോലെയാണല്ലോ പറയുന്നത്, ഇവനൊരു സാക്ഷിയെ പോലെയാണല്ലോ പറയുന്നത്. ഇവനെങ്ങനെ മനസ്സിലായി ഞാൻ കിടക്കുന്നിടത്താണ് ബാഗ് വെച്ചിരിക്കുന്നത് എന്ന്? ഇവനെങ്ങനെ മനസ്സിലായി അത് എൻ്റെ അടുത്ത് തന്നെയുണ്ട് എന്നൊക്കെ എങ്ങനെ മനസ്സിലായി? ഇവൻ കണ്ടതുപോലെ പറയുന്നു. അപ്പോൾ ഇവൻ തന്നെയാവും എന്നെ ഈ ജയിലിലേക്ക് അയച്ചത്. ആ കൊലപാതകത്തിന് ഉത്തരവാദി ഇവൻ തന്നെയാണ്. പക്ഷേ ജയിലിൽ ഇങ്ങനെ തങ്ങി പുസ്തകങ്ങൾ വായിച്ച് വിജ്ഞാനം ആർജിച്ച് അയാൾ പ്രത്യേക തലത്തിലെത്തിയിരുന്നു. അയാൾക്ക് പെട്ടെന്ന് ക്ഷോഭിക്കാതിരിക്കാൻ കഴിയുമായിരുന്നു. ഉണ്ടായ ഈ വിക്ഷോഭം മുഴുവൻ അയാൾ ഉള്ളിൽ ഒതുക്കിയിട്ട് വളരെ രസകരമായി ചോദിച്ചു, അല്ല മക്കാറെ, ആ കൊലപാതകം നടന്ന കാലത്ത് അവിടെ ആ വ്ളാഡിമിർ പട്ടണത്തിൽ ആരാണിത് ചെയ്തത് എന്നോ മറ്റോ ആളുകൾ എന്തെങ്കിലും പറഞ്ഞതായി നിങ്ങൾക്കറിയാമോ? നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏയ്, അങ്ങനെയൊന്നും പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നത് ഒത്തിരി കാലമായില്ലേ. ഇവൻ്റെ ഈ കള്ളത്തരം കൂടി കണ്ടപ്പോൾ അയാൾ ഉറപ്പിച്ചു, ഇവൻ തന്നെയാണ് ആ കൊലപാതകം ചെയ്തിട്ട് കത്തിയൻ്റെ ബാഗിലിട്ടത്, ഇവൻ തന്നെയാണ്. പക്ഷേ യാതൊന്നും സംഭവിക്കാത്ത മാതിരി അയാൾ എഴുന്നേറ്റ് പോയി അവിടെ നിന്ന് അയാളുടെ കിടക്കയിൽ ചെന്ന് കിടന്നു. അന്ന് അയാൾക്ക് ഉറക്കം വന്നില്ല. എങ്ങനെ ഉറക്കം വരും? എങ്ങനെ ഉറക്കം വരാൻ? സ്വസ്ഥമായിട്ട് താമസിച്ചതാണ്. കാലം കടന്നു പോകുന്നു. പിന്നെയോ എത്രയോ മഞ്ഞുള്ള രാവുകൾ കണ്ണുനീർ പുള്ളികൾ വാർത്തു, പിന്നെയും എത്രയോ കാറ്റടിച്ചു കടപ്പറ്റകൾ എത്രമേൽ. ജയിലിൽ ദിവസങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. ഒരു ദിവസം അർദ്ധരാത്രി ഉറക്കം വരാതെ അയാൾ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങി. അയാളുടെ സെല്ല് പൂട്ടാറില്ല. അയാൾ അത്രയ്ക്ക് വിശ്വസ്തനായി തീർന്നിരിക്കുന്നു അധികാരികളുടെ ഇടയിൽ. അയാൾ ആ ജയിലിൻ്റെ മതിലിനരികിലൂടെ നടക്കുമ്പോൾ എന്തോ കാലിലൊന്ന് തടഞ്ഞു. അരണ്ട വെളിച്ചമുണ്ട്, ചെറിയ നിലാവുണ്ട്. നോക്കിയപ്പോൾ തറയിൽ മൺകൂന കിടക്കുന്നു. അയാൾ അതൊന്ന് തട്ടി നിരത്തി നോക്കി. നനഞ്ഞ മണ്ണാണ്. അപ്പോൾ ആരോ കുഴിച്ചതാണല്ലോ എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു കാൽപെരുമാറ്റം, പിന്നിലൊരു കാൽപെരുമാറ്റം. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാൾ അങ്ങോട്ട് നടന്നു മറയാൻ നോക്കുന്നു. നിക്ക്, ആരാണ്? പിടിച്ചു നിർത്തപ്പെട്ട പോലെ അയാൾ നിന്നു. ചെന്നപ്പോൾ മക്കാർ. എന്താ മക്കാറെ ഇവിടെ ഈ ആ സമയത്ത്? ഒന്നുമില്ല. നിങ്ങളിൽ നിന്ന് പരുങ്ങുന്നുണ്ടല്ലോ. ഒന്നുമില്ല. സത്യം പറയൂ, ആ മണ്ണെങ്ങനെ വന്നു അവിടെ? അയ്യോ വല്യപ്പ, ക്ഷമിക്കണം, ഞാൻ ഒരു സാഹസം പ്രവർത്തിക്കുകയായിരുന്നു. ഞാൻ ഈ മതിലിൻ്റെ കീഴെ ഒരു തുരങ്കം ഉണ്ടാക്കുകയായിരുന്നു, ഒരു തുരപ്പ്. കുറേശ്ശെ മണ്ണെടുത്ത് മാറ്റി ആ മണ്ണ് ജയിലിൻ്റെ മതിലിന് പുറത്തേക്ക് സോക്സിൽ കയറ്റി എറിയുകയായിരുന്നു. അതൊരു അല്പം ഇങ്ങോട്ട് വന്ന് വീണതാണ്. എന്തിനാണ് നിങ്ങൾ തുരപ്പുണ്ടാക്കുന്നത്? അത് ഈ തുരപ്പ് ഒരാളിന് ഇറങ്ങാൻ പാകമാകുമ്പോൾ അതിൽ വഴി എനിക്ക് ജയിലിൽ നിന്ന് രക്ഷപ്പെടാനാണ്. ഓഹോ വല്യപ്പ, ആരോടും പറയരുത്. പറഞ്ഞാൽ പിന്നെ ഞാൻ ജീവിതകാലം മുഴുവൻ ഇവിടെ കഴിയേണ്ടി വരും. ഞാൻ ഈ തുരപ്പ് ശരിയാകുമ്പോൾ രക്ഷപ്പെടാൻ നിങ്ങൾ കൂടി അവസരം തരാൻ വല്യപ്പ. എനിക്ക് വേണ്ട, എനിക്ക് രക്ഷപ്പെടണ്ട. 26 വർഷമായി ഞാൻ ഇതിനകത്ത് കഴിഞ്ഞു കൂടുന്നു. ഇതുവരെ എനിക്ക് പോകണമെന്ന് തോന്നിയിട്ടില്ല. അല്ല, ഞാൻ പുറത്തേക്ക് പോയാൽ എന്നെ അവിടെ വരവേൽക്കാൻ ആരിയിരിക്കുന്നു? എൻ്റെ വീട്ടുകാർ ആരും തന്നെ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവരാരെങ്കിലും എന്നെ കാത്തിരിക്കുന്നു എന്ന് എനിക്ക് തോന്നലുമില്ല. അതുകൊണ്ട് എനിക്ക് പോകണ്ട. നിങ്ങളുടെ ഔദാര്യം എനിക്ക് വേണ്ട. എന്നാലും വല്യപ്പ, ആരോടും പറയരുത്, ഈ രഹസ്യം ആരോടും പറയരുത്. അയാൾ ആരോടും പറഞ്ഞില്ല. അയാൾ വാക്ക് പാലിച്ചു. പക്ഷേ അവിടുത്തെ അധികൃതർ ആ തുരപ്പ് കണ്ടുപിടിച്ചു. ആ ഭാഗത്തുള്ള സെല്ലിൽ കിടക്കുന്നവന്മാരെ എല്ലാം പുറത്തുകൊണ്ടൊന്ന് നിരത്തി നിർത്തി. ആരാണ് ഈ തുരപ്പുണ്ടാക്കിയത്? നിങ്ങളാണോ? അല്ല. നിങ്ങൾക്കറിയാമോ ആരാണെന്നും? അറിയില്ല. നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഒടുവിൽ ഈ മക്കാറെ പിടിച്ചു നിർത്തി. ഏയ് മക്കാറെ, നിങ്ങൾക്കൊരു കള്ള ലക്ഷണമല്ലോ. നിങ്ങൾക്കറിയാമോ ഈ തുരപ്പുണ്ടാക്കിയത് ആരാണെന്ന്? ഞാൻ എങ്ങനെ അറിയാനാ? കൂടുതൽ സംശയമായി. പക്ഷേ അദ്ദേഹം മറ്റൊരടവാണ് പ്രയോഗിച്ചത്. ആ ജയിലർ പറഞ്ഞു, വല്യപ്പ, ഇവാൻ വല്യപ്പ, നിങ്ങളൊരു നല്ല മനുഷ്യനാണ്. നിങ്ങൾ സത്യമേ പറയൂ. നിങ്ങൾക്കറിയാമോ ഈ തുരപ്പുണ്ടാക്കിയത് ആരാണെന്ന്? അറിയാമെങ്കിൽ പറയൂ. ഒരു നിമിഷം ഇവാനൊന്ന് ആലോചിച്ചു. എനിക്കറിയാം ഈ തുരപ്പുണ്ടാക്കിയത് ആരാണ്. എൻ്റെ ജീവിതം നശിപ്പിച്ച അവനോട് ഇപ്പോഴെനിക്ക് പ്രതികാരം ചെയ്യാം.
ഇത് പറഞ്ഞു കൊടുത്താൽ മതി. ഇവൻ പിന്നെ പുറം ലോകം കാണില്ല. പക്ഷേ അയാളുടെ ഉത്തരം മറ്റൊരു രീതിയിലായിരുന്നു. സാർ, ഈ തുരപ്പുണ്ടാക്കിയത് ആരാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. പക്ഷേ അത് നിങ്ങളോട് പറയണ്ട എന്നാണ് ഈശ്വരൻ വിധിച്ചിരിക്കുന്നത്. ഈശ്വരൻ, സർവശക്തനായ ഈശ്വരൻ ആ വിധി എന്നെ അറിയിച്ചിരിക്കുന്നു. ഒരു കാരണവശാലും ആ പേര് പറയരുത് എന്ന്. ഞാൻ ആ പേര് പറയില്ല. നിങ്ങൾക്ക് എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിക്കാം, ഏത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ, ഞാൻ അതേറ്റുകൊള്ളാം. ആ ഉത്തരം കേട്ട് പിന്നെ അധികാരിയൊന്നും പറഞ്ഞില്ല, ചിന്തിച്ചു മൗനിയായി നിന്നു. ദൈവഗീതം പാലിച്ചുത്തരം നൽകിയ വന്ദ്യനീവാനെ നമിച്ചു. വന്ദ്യനീവാനെ നമിച്ചു. ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. അടുത്ത ദിവസം രാത്രി ഇവാൻ തൻ്റെ സെല്ലിൽ അവിടുത്തെ റാന്തൽ കെടുത്തിയിട്ട് ഉറങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. ഉറക്കം വരുന്നില്ല. പലതും മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു. പോയ കാലം അങ്ങനെ പലതും മനോമുകുരത്തിൽ തെളിയുന്നു. പെട്ടെന്ന് അയാൾക്ക് തോന്നിയൊരു കാൽപെരുമാറ്റം മുറിക്കകത്ത് കേട്ടില്ല. തൊട്ടടുത്ത നിമിഷം അയാൾ കേട്ടത് വെങ്ങിപ്പൊട്ടി കരയുന്ന ഒരു പുരുഷന്റെ ശബ്ദമാണ്. അയാൾ ചാടി എഴുന്നേറ്റു. ആ ഭിത്തിയിൽ കൊളുത്തിയിരുന്ന റാന്തൽ അത് മെല്ലെ കൊളുത്തി അതിൻ്റെ തിരി ഉയർത്തി. ആ സെല്ലിലാകെ വെട്ടം പരന്നു. ഇതാ നിന്ന് പൊട്ടിക്കരയുന്നു മക്കാർ. പശ്ചാത്താപ വിവശനായി തൻ്റെ മുന്നിൽ കുമ്പിട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് മക്കാർ പറയുന്നു, നിന്നെ തുറുങ്കിലടയ്ക്കുവാൻ കാരണം ഞാൻ ചെയ്ത പാതകമല്ലോ. നിന്നെ തുറുങ്കിലടയ്ക്കുവാൻ കാരണം ഞാൻ ചെയ്ത പാതകമല്ലോ. അന്നത്തെ ആ കൊല ചെയ്തതു ഞാനല്ലോ, മാപ്പെനിക്കേകു ഇവാനേ. അന്നത്തെ ആ കൊല ചെയ്തതു ഞാനല്ലോ, മാപ്പെനിക്കേകു ഇവാനേ. മാപ്പെനിക്കേകു ഇവാനേ. ഇവാൻ അന്ന് ആ കൊലപാതകം ചെയ്തത് ഞാനാണ് ആ കത്തിയെടുത്ത് നിങ്ങളുടെ ബാഗിലിട്ടത്. നിങ്ങളെ കൂടി കൊല്ലാൻ എനിക്ക് ഉദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ പുറത്തൊരു പക്ഷിയുടെ ശബ്ദം കേട്ട് ഞാനൊന്ന് അറച്ചു. പിന്നെ തൊട്ടടുത്ത നിമിഷം എനിക്ക് തോന്നിയത് ആ കത്തി നിങ്ങളുടെ ബാഗിൽ ഇടണമെന്നാണ്. അങ്ങനെ ഞാൻ ചെയ്തു. അങ്ങനെ വലിയ തെറ്റാണ് ഞാൻ നിങ്ങളോട് ചെയ്തത്, പൊറുക്കാനാവാത്ത തെറ്റ്. അയാൾ പ്രതീക്ഷിക്കുന്നത്, മക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു പൊട്ടിത്തെറിയാണ്. ഈ രഹസ്യത്തിൻ്റെ ചുരുളഴിയുമ്പോൾ ഇവാൻ തൻ്റെ നേർക്ക് ചാടി വീഴും എന്നോ മറ്റൊക്കെയാണ് അയാൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഒന്നും സംഭവിക്കാത്ത മാതിരി അയാൾ നിന്നു. വളരെ സമചിത്തതയോടെ അയാൾ നിന്നു. ഒരു ചെറിയ മന്ദഹാസം അയാളുടെ ചുണ്ടിൻ്റെ കോണിൽ വിടർന്നു. മക്കാർ, നിങ്ങൾ ജയിലിൽ വന്ന ദിവസം തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങളാണ് ആ കൊലപാതകം ചെയ്തത്. ആരും പറഞ്ഞു വന്നിട്ടില്ല. ഞാനേറെ വായിച്ചു. മനുഷ്യ മനസ്സിൻ്റെ അഗാധ തലങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. ഒരാളുടെ മുഖത്തൊരു ഭാവം വിടർന്നാൽ അതിൻ്റെ അർത്ഥമെന്ത്, ആന്തരാർത്ഥമെന്ത് എന്ന് തിരിച്ചറിയാവുന്ന വിധത്തിൽ ഞാൻ വായിച്ച് കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നു. നിങ്ങളുടെ മുഖത്ത് നിങ്ങളാണ് ആ കൊലപാതകം ചെയ്തത് എന്ന് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കി. പക്ഷേ ഒന്നുണ്ട്, ഞാൻ എങ്ങനെ ഈ ജയിലിൽ വന്നു? അത് ഈശ്വരൻ്റെ വിധിയാണ്. സർവശക്തനായ ഈശ്വരനാണത് വിധിച്ചിരിക്കുന്നത്. നിങ്ങളെ രക്ഷപ്പെടുത്തിയതും ആ സർവശക്തൻ തന്നെയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. സർവശക്തനായ ഈശ്വരൻ നിങ്ങളോട് പൊറുക്കും, നിങ്ങളോട് പൊറുത്തിരിക്കുന്നു. ദൈവീയത് സ്വസ്ഥമായി പോയി കിടന്നുറങ്ങൂ. വിങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ട് മക്കാർ പോയി. അയാൾ റാന്തൽ തിരി താഴ്ത്തി ഉറങ്ങാൻ നീണ്ടു നിവർന്ന് കിടന്നു. സുഹൃത്തുക്കളെ, ആ രാത്രി മെല്ലെ ഇഴഞ്ഞു നീങ്ങി നേരം പരപരാ വെളുത്തു. അപ്പോഴിതാ അതിരാവിലെ ഒരു ജയിൽ ഉദ്യോഗസ്ഥൻ ഓടി വരുന്നു. ഇവാൻ, നിങ്ങളെ ചക്രവർത്തി വെറുതെ വിട്ടിരിക്കുന്നു, നിങ്ങൾക്ക് ജയിലിൽ നിന്ന് മോചനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഉദ്യോഗസ്ഥൻ വന്നത്. അയാൾ ആ സെല്ലിൻ്റെ മുന്നിൽ വന്നു. സെല്ലിൻ്റെ ആ ഡോർ പിടിച്ചു തുറന്നു, അഴി പിടിച്ചു തുറന്നു, അകത്തേക്ക് ചെന്നു. ഇവാൻ, സന്തോഷവർദ്ധമാനം കേൾക്കണ്ടേ? എഴുന്നേൽക്ക്. അയാൾ നല്ല ഉറക്കം, താമസിച്ചാണ് ഉറങ്ങിയത്. നല്ല ഉറക്കം, നല്ല വാർത്ത കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സിലല്ലേ? ഏയ് ഇവാൻ, ഇവാൻ. അയാൾ നല്ല ഉറക്കം തന്നെ.
ഇവാൻ ഇവാൻ പെട്ടെന്ന് അയാൾക്ക് സംശയം തോന്നി. അയാളാ കയ്യിലൊന്ന് തൊട്ടു നോക്കി. തണുത്ത് മരവിച്ചിരിക്കുന്നു. ഇവാന്റെ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു കഴിഞ്ഞു. മരണം കവർന്നവൻ നിശ്ചലനായി നിത്യമാം നിദ്രയിൽ ആണ്ടുപോയി. മരണം കവർന്നവൻ നിശ്ചലനായി നിത്യമാം നിദ്രയിൽ ആണ്ടുപോയി. വിശ്രാന്തിയാർന്നു വിചിത്ര കഥ നായകനായി ഒഴിഞ്ഞുപോയി. വിശ്രാന്തിയാർന്നു വിചിത്ര കഥ നായകനായി ഒഴിഞ്ഞുപോയി. മരണം കവർന്നവൻ നിശ്ചലനായി നിത്യമാം നിദ്രയിൽ ആണ്ടുപോയി. ഇവാന്റെ ശരീരം ചലനമില്ലാതെ കിടക്കുന്നു. ജീവന്റെ തുടിപ്പ് നഷ്ടപ്പെട്ടാൽ മരണമില്ലാത്ത ആത്മാവ് മോചിതമാകും. അത് സംഭവിച്ചെന്ന് തോന്നുന്നു. ആ ആത്മാവ് ആ ശരീരത്തെ വിട്ടകന്നിരിക്കുന്നു. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ ഇതാ ഒരു വെളുത്ത ചിത്രശലഭം ആ എലികൾക്കിടയിലൂടെ ചിറകടിച്ച് വരുന്നു. അത് ഇവാന്റെ ശരീരത്തിന് ചുറ്റും ഇങ്ങനെ പാറിക്കളിച്ച് നടന്നു. പറന്ന് അതൊടുവിൽ ഇവാന്റെ ഇടനെഞ്ചിൽ ചെന്നിരുന്നു. അയാളുടെ നെഞ്ചിനെ ചുംബിക്കുന്നത് പോലെ അതങ്ങനെ ഇരുന്നു. ഒരു പക്ഷേ ഇവാന്റെ ആത്മാവ് പേറുന്നത് ഈ ചിത്രശലഭമായിരിക്കാം. അപ്പോഴും ആ ആത്മാവ് ഇവാന്റെ ആത്മാവ് പാടുന്നുണ്ടായിരുന്നു. മഞ്ഞു പൊഴിഞ്ഞല്ലോ മാമരം ശിശിരത്തിൽ മഞ്ഞയിലകൾ പൊഴിച്ചുവല്ലോ. മഞ്ഞയിലകൾ പൊഴിച്ചുവല്ലോ. മഞ്ഞു പൊഴിഞ്ഞല്ലോ മാമരം ശിശിരത്തിൽ മഞ്ഞയിലകൾ പൊഴിച്ചുവല്ലോ. മഞ്ഞയിലകൾ പൊഴിച്ചുവല്ലോ. God sees the truth but waits. ദൈവം സത്യമറിയുന്നു, പക്ഷേ സാവകാശമെടുക്കുന്നു. അവിടെ പൂർണ്ണമാകുന്നു നിരപരാധി എന്ന കഥാപ്രസംഗം. കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി, സംഘാടകർക്ക് നന്ദി, അഭിവാദ്യങ്ങൾ.